ഒരുപക്ഷെ ചോദ്യങ്ങളുടെ പേരിൽ ഇത്രയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നൊരു വ്യക്തി വേറെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹം ചെയ്യാത്ത പരിപാടികളോ കയറാത്ത വേദികളോ ചുരുക്കം. MC എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മാസ്റ്റർ ഓഫ് സെറിമണി എന്നാണ്. അവിടെ നമ്മളാണ് മാസ്റ്റർ, നമ്മളുടെ കയ്യിലാണ് കൺട്രോൾ ഇരിക്കുന്നത്. മീരയെ കണ്ടു തുടങ്ങിയത് പക്ഷെ എനിക്ക് ഓർമ്മ ഏട്ടൻ്റെ പൊരിക്കോട് എന്തിരേട്ട എന്റെ പിറകെ ഇങ്ങനെ വരണേ, ചേട്ടന് പൊരിക്കോട്. പൊരിക്കൊട്, ചേട്ടന് പൊരിക്കൊട്, എന്തരെണ്ണ എൻ്റെ പിറകെ ഇങ്ങനെ വരണേ, ശാലിനിലതയൊക്കെ പറഞ്ഞ ഏട്ടൻ എൻ്റെ പിറകെ ഉണ്ടെന്ന്, എന്തരേട്ടാ ഇങ്ങനെ. പ്രോപ്പർ 90s കിഡ്. ഞങ്ങൾക്ക് സിറ്റുവേഷൻഷിപ്പ് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആകെപ്പാടുള്ളൊരു ഷിപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പാണ്. പിന്നെ വി ഡോണ്ട് ഹാവ് സ്കിബിഡി, വി ഡോണ്ട് ഹാവ് ലവ് ബോംബിങ്, വി ഡോണ്ട് ഹാവ് ലവ് ബെഞ്ചിങ്. ഒരു പയ്യൻ എന്നെ നോക്കിയിട്ട് ചേച്ചിക്ക് നല്ല റിസ് ഉണ്ടെന്ന് പറഞ്ഞേ, ഞാൻ കുറേ നേരം ഇങ്ങനെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കിത് ആരോട് ചോദിക്കും? ഞാൻ കുട്ടികളുടെ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുക. എന്നിട്ട് ഞാൻ പതുക്കെ ആരും അറിയാതെ ChatGPT എടുത്ത് നോക്കി വാട്ട് ഇസ് റിസ്. അപ്പോൾ റിസ് എന്ന് പറഞ്ഞാൽ ഓറ, അതിനെയാണ് അവൻ പറഞ്ഞത്. ചേച്ചിക്ക് ആ റിസ് ഉണ്ട്. ജെൻസി ട്രാക്ക് പിടിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഡ്രസ്സിൽ മാത്രമേ ഉള്ളൂ ജെൻസി, മില്ലേനിയൽസും അതൊക്കെ പഴയതാണ്. പറയില്ല, ഈ സീറോയിൽ നിന്ന് തുടങ്ങുന്നവരൊന്ന് ഭയക്കണം, പക്ഷെ എന്നെ പോലെയൊക്കെ മൈനസിൽ നിന്ന് തുടങ്ങുന്നവരൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. വിഷയമല്ല, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. കിട്ടിയ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട ഉപദേശം എന്തായിരുന്നു? ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് ജഗദീഷ് ഏട്ടൻ തന്നതാണ്. എപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള ഒരു ദൃഢനിശ്ചയം വേണമെന്ന്. എവിടെയാണ് ചില ചോദ്യങ്ങൾ എത്രത്തോളം വിമർശനങ്ങൾക്ക് വിധേയമാവുന്നെന്ന് മീരയ്ക്ക് എന്താ തോന്നുന്നത്? ഇപ്പം ഈ ചോദ്യം അനാവശ്യ ചോദ്യമായിരുന്നു. ഏറ്റവും കൂടുതൽ വൈറലാവുന്നത്, ട്രെൻഡിങ് ആവുന്നത്, കാണുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. പല ഹോസ്റ്റുമാരും എനിക്കെതിരെ പറഞ്ഞൊക്കെ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, എന്തിനാ അത് ചോദിച്ചത്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഹോസ്റ്റല്ലേ, ഇത് ചോദിക്കാൻ പാടില്ലാത്ത കാര്യമല്ലേ. ഇന്ന് വരെ ഞാൻ അങ്ങനെ എതിരെ ഇരുന്ന് ചോദ്യം ചോദിച്ചപ്പം എനിക്ക് ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ ചോദിച്ച ചോദ്യം എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ മീര ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ചോദിച്ചു, ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ പറയും, എന്നെ ഒരാൾ കഴിഞ്ഞ 5 വർഷമായിട്ട് എന്നോടൊപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ അൺസഹിക്കബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. ഒരുപക്ഷെ ചോദ്യങ്ങളുടെ പേരിൽ ഇത്രയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നൊരു വ്യക്തി വേറെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹം ചെയ്യാത്ത പരിപാടികളോ കയറാത്ത വേദികളോ ചുരുക്കം. ഒരുപക്ഷെ ചോദ്യങ്ങളെക്കാൾ ഉപരി അദ്ദേഹത്തിന് മറുപടികളും ഉത്തരങ്ങളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരാളാണ് ഇന്ന് റേറ്റ് മീഡിയ പ്രസൻസ് ലൈവ് പോഡ്കാസ്റ്റ് വിത്ത് റോഹനിലൂടെ കൂടെ ചേരുന്നത് നമ്മുടെ സ്വന്തം മീര അനിൽ. സ്വാഗതം. താങ്ക് യു സോ മച്ച് റോഹൻ. സാധാരണ ഞാനാണ് എല്ലാവർക്കും ഇങ്ങനെ ഇൻട്രോ കൊടുക്കുക, തള്ളി മറിക്കുന്നതൊക്കെ പറയും. അപ്പം എന്നെപ്പറ്റി തള്ളലായിരുന്നില്ല. അതിൽ ആദ്യം എനിക്ക് തോന്നുന്നു വളരെ വസ്തുതയാണ് റോഹൻ പറഞ്ഞിരിക്കുന്നത്. ചോദ്യങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട് അമ്പുകൾ ഏറ്റുവാങ്ങി, അമ്പെയ്ത്തുകൾ ഏറ്റുവാങ്ങി ഒരു വഴിയായി. പക്ഷെ അതൊരു പ്രശ്നമല്ല. ഞാൻ തുടക്കത്തിൽ നമ്മൾ മീര അനിൽ വെൽക്കം ചെയ്തെങ്കിലും ആക്ച്വലി അതിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മീര അനിൽ ഓർ മീര വിഷ്ണു എങ്ങനെ വിശേഷിപ്പിക്കണം? അനിൽ അച്ഛനാണ്, വിഷ്ണു ഭർത്താവാണ്. ഇത് രണ്ടുപേരും അതെ, എന്റെ എന്താ പറയാ ബെറ്റർ ഹാഫ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് രണ്ടും കൂടെ ചേർന്നാലേ ഞാൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ നിങ്ങൾ എന്ത് വിളിച്ചാലും എനിക്ക് മീര എന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം യു കോൾ മീ മീര വിഷ്ണു ഓർ മീര അനിൽ. രണ്ടും ഞാൻ പൊതുവെ സ്ത്രീകൾ 2 ഇന്നിംഗ്സിലായിട്ട് 2 പേരുകളിൽ വിശേഷിപ്പിക്കപ്പെടാറുണ്ട് പലരും. ഇതിന്റെ പേരിൽ പലതരം പരാമർശങ്ങളും വിമർശനങ്ങളും സംസാര വിധേയമായിട്ടുണ്ട് അല്ലെ? അതുവരെ അച്ഛന്റെ പേരായിരിക്കും, വിവാഹത്തിന് ശേഷം ഹസ്ബൻഡ് പേര് വെക്കാനുള്ള മാറ്റം. മീരയ്ക്ക് ഇതിനോട് ഏതാ താല്പര്യം? അങ്ങനെ ഒരു രീതിയെ എങ്ങനെ നോക്കി കാണണം ശരിക്കും? ഇല്ലടാ, ഇപ്പം ചിലവർ തമാശയ്ക്ക് പറയാറുണ്ട്, ഈ പാസ്പോർട്ടിലൊക്കെ മാതാപിതാക്കളുടെ പേരാ വരുന്നത്, ഭർത്താവിന്റെ പേര് പെണ്ണുങ്ങൾ കൊടുക്കാറില്ല. കാരണം അച്ഛനും അമ്മയും ഒരിക്കലും മാറത്തില്ല, ഭർത്താവ് മാറാം, ഭാര്യ മാറാം. പക്ഷേ ഐ ബിലീവ് ഇൻ വാട്ട് ഓൾ ഇറ്റ് ഇസ്. നിങ്ങളുടെ പേര് മാറി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവർ രണ്ടുപേരുമാണല്ലോ ദിസ് എ കംപ്ലീറ്റിംഗ് ഫാക്ടർ. സോ എനിക്കതിലൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഇപ്പൊ അച്ഛന്റെ പേര് മാറ്റി, അല്ലെങ്കിൽ മീര അനിൽ എന്ന അനിൽ മാറ്റി വിഷ്ണു വന്നപ്പോഴും അച്ഛനൊരു
ഒരിക്കലും എന്നിൽ നിന്ന് പോകുന്നില്ലല്ലോ, എൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നെവർ ഹാവ് ഫെൽറ്റ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ 2 ഓപ്ഷൻ ഉണ്ട്, ബയോയിൽ ഒരു പേരിടാം, യൂസർ നെയിം ആയിട്ടൊരു പേരിടാം. അല്ലേ, ആണ്, സെർച്ച് ചെയ്യാൻ വേണ്ടി. search ചെയ്യാൻ പക്ഷേ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതാണ് അപ്പൊ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അച്ഛൻ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ മീര അനിൽ തന്നെ കൊടുക്കുള്ളൂ, വിഷ്ണു ഇരിക്കുന്ന സമയമാണെങ്കിൽ മീര വിഷ്ണു എന്ന് കൊടുക്കും, ഇനി ആരും ഇല്ലാത്ത സമയമാണെങ്കിൽ മീര എന്ന് മാത്രം ഞാൻ കൊടുക്കും. എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാ അല്ലേ, പക്ഷെ അപൂർവമായിട്ട് ഉത്തരങ്ങളിലേക്ക് ഇരിക്കാറുള്ളൂ. പക്ഷേ എനിക്കിപ്പം ഉത്തരങ്ങൾ പറയാനായിട്ട് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, കാരണം ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് റോഹൻ. ശരിക്കും ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ എളുപ്പം, ഉത്തരങ്ങൾ പറയാനല്ലേ ബുദ്ധിമുട്ട്? എങ്ങനെ, എന്ത് തോന്നുന്നു? ആണ് ചോദ്യങ്ങൾ എന്നെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ. കാരണം ഇപ്പൊ റോഹൻ എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് റോഹനോട് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം ഞാൻ ചോദിക്കാറ്, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് എന്താ പഠിച്ചത്, എവിടെയായിരുന്നു, എങ്ങനെ വന്നു, ഹൗ യു കെയിം ഓൺ, ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് എന്താണ്, യുവർ വീക്കർ പോയിന്റ് എന്താണ്, ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ആൻസർ ഫ്രെയിം ചെയ്യാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഇരുത്തം ശരിയാണോ, ആം ഐ സിറ്റിംഗ് ഇൻ ദ റൈറ്റ് വേ, എൻ്റെ ലുക്ക് ശരിയാണോ, ഇതെല്ലാം ചിന്തകൾ ഒരുപാട് വരും. ഉണ്ട് ഈ വേദികളിൽ എപ്പോഴും നിൽക്കുന്ന ഗസ്റ്റ് ആരെങ്കിലും ആയിക്കോട്ടെ, വ്യക്തികൾ ആരായിക്കോട്ടെ, വ്യക്തികൾ വലുപ്പം എത്രത്തോളം ആയിക്കോട്ടെ, പക്ഷേ മൈക്ക് പോയിന്റിൽ നിൽക്കുമ്പോൾ ഞാനാണ് ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം കൊണ്ടുവരാറുണ്ടോ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ? അത് വേണം. കാരണം MC എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മാസ്റ്റർ ഓഫ് സെറിമണി എന്നാണ്. അവിടെ നമ്മളാണ് മാസ്റ്റർ, നമ്മളുടെ കയ്യിലാണ് ആ കൺട്രോൾ ഇരിക്കുന്നത്. സോ നമ്മളിതിൽ പലപ്പോഴും ഒരു തവണ അല്ലു അർജുൻ വന്നു സ്റ്റേജിൽ. ഐ ആം എ ഡൈ ഹാർട്ട് ഫാൻ ഓഫ് അല്ലു. എനിക്ക് അല്ലു അർജുൻ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി ബിഗ് സ്ക്രീനിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ തളപതി വിജയ് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് തൊട്ടടുത്ത് നിൽക്കുകയാണ് വിജയ്. ഞാൻ ഈ തളപതിയുടെ കടുത്ത ആരാധികയാണ്. സോ ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ആ ഫാൻ ഗേൾ സാധനം കയറി വന്നാൽ ഇതെല്ലാം ഉൾട്ടയാവും. കാരണം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ എവിടെയൊക്കെ കാണണം എന്ന് ആഗ്രഹിച്ച ആൾ നമ്മളെ കെട്ടിപ്പിടിക്കാൻ പാകത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നു. അപ്പം നമ്മൾ അതൊന്നും വിട്ടു പോകാതെ നമ്മളത് കൺട്രോൾഡ് ആക്കി, നമ്മൾ ഡോമിനേറ്റിങ്ങിനേക്കാൾ ഉപരി ഐ വുഡ് ലൈക്ക് ടു യൂസ് എ വേർഡ് കൺട്രോൾ ചെയ്യുക. സ്റ്റേജ് കൺട്രോൾ വേണം, നമ്മുടെ കയ്യിലാണ് കൺട്രോൾ ഇരിക്കുന്നത്. അവരെങ്ങോട്ട് മൂവ് ചെയ്ത് നിൽക്കണം, അവർ സെൻറ്റർ സ്റ്റേജിൽ നിൽക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ ക്രൗഡഡ് ആണ്. ഈ ഒരു കൺട്രോൾ നമുക്ക് വേണം. ആ സമയം നമ്മളല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ, ചിലപ്പോൾ നിൽക്കുന്ന മമ്മൂക്ക, ലാലേട്ടൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ MT വാസുദേവൻ നായർ, എല്ലാ മേഖലയിലും പ്രാവീണ്യം തെളിയിച്ച വലിയ മഹാരഥന്മാരായിരിക്കും നമുക്കൊപ്പം നിൽക്കുന്നത്. അവരുടെ ആ വലിപ്പമാണ് നമ്മൾ ആ സമയം മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഒരു പോയിന്റിൽ പോലും നമ്മൾ ലൂസ് ഔട്ട് ആവാതെ നിൽക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ പോവും. നമുക്ക് അവരോടുള്ള ഇഷ്ടം, ആരാധന, ഭ്രാന്തമായ നമ്മുടെ ആരാധന, ഇതൊന്നും നമുക്ക് എക്സ്പോസ് ചെയ്യാൻ അപ്പം നമുക്കില്ല, നമുക്ക് ആ സ്പേസ് ഇല്ല. നമ്മളവിടെ മാസ്റ്റർ ഓഫ് സെറിമണി ആയിട്ട് ആ സെറിമണി ഏറ്റവും ഭംഗിയായിട്ട് റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഔട്ട്പുട്ട് പ്രസൻറ്റ് ചെയ്യാനാണ് നമ്മുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി അപ്പോൾ ചെയ്യുക. ഈ എപ്പോഴും ഒരുപക്ഷെ നമ്മൾ സ്ക്രീനിൽ കണ്ടതിൻ്റെ ഒരു താരാരാധന ഉണ്ടായിരിക്കാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇവിടെ വന്നിരിക്കുന്നുള്ളൂ. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചിന്തിക്കാനുണ്ടായിരിക്കും ഇവർക്കൊപ്പം സ്റ്റേജ് ഷെയർ ചെയ്യണം, ഇവർക്ക് ഇൻട്രോ കൊടുത്ത് വിളിക്കണം എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ അവിടെ എത്തുമ്പോൾ അറിയാതെ നമ്മുടെ വാക്കുകളിലൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് വരും. അറിയാതെ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവരോട് സമീപിക്കുന്ന നമ്മുടെ രീതിയിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയാതെ ഒക്കെ ഉരുതിരിഞ്ഞു വരും. ഇവിടെയാണ് ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത്. ഇത് ബ്രേക്ക് ചെയ്തൊരു മൊമെന്റ് സംഭവിച്ചത് ആരിലായിരുന്നു? തളപതി വിജയോടൊപ്പം ആണ്. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വലിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് വിജയ് ആയിരുന്നു. വിജയ് അങ്ങനെ വരാറില്ല. ഞാൻ ഇങ്ങനെ ഒരു ക്രൗഡ്, ഇവിടെ ലാൽ സാറും ഒക്കെ വരുമ്പോഴും വൻ ക്രൗഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ തളപതി വിജയ് വന്ന ഭയങ്കര മാസ് ഫാൻ ബേസ് ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം. ഒരു വർക്കിംഗ് ഡേയിലാണ് അദ്ദേഹം വരുന്നത്, ട്രിവാൻഡ്രത്താണ് വരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള ജ്വല്ലറി ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുമ്പോൾ അന്ന് ലിറ്ററലി ട്രിവാൻഡ്രം ഇങ്ങനെ സ്ട്രക്കായി നിൽക്കുന്നത് ഞാൻ കണ്ടു. റോഹൻ, അദ്ദേഹത്തിന് കാറ് മൂവ് ചെയ്യുന്നില്ല, ആൾക്കാർ അങ്ങനെ നിൽക്കുകയാണ്. ഫ്രണ്ടിൽ ഈ പോലീസ് ഓടുന്നുണ്ട്, അത്രയും ഭയങ്കര സെക്യൂരിറ്റി ഗാർഡ്സ് പോകുന്നുണ്ട്, അനങ്ങുന്നില്ല. തളപതിയുടെ ആ ഓറ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു പോയി ആ മൊമെന്റിൽ. ഞാൻ പിന്നെ ഗ്ലാസ് ഒക്കെ വേറെ ചെയ്താണ് നിന്ന്, എനിക്കതൊന്ന് കൺട്രോൾ, കാരണം തളപതി ഇങ്ങനെ വേവ് ചെയ്യുന്നുണ്ടായിരുന്നു, കാറിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വേവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് മാറി നിന്നാൽ എനിക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന്. 1 മണിക്കൂറിൽ തീരേണ്ട ഫംഗ്ഷൻ അന്ന് 5 മണിക്കൂർ എടുത്തു അദ്ദേഹത്തിന്. ആ എന്താ പറയുക, ജനാവലിന്ന് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഫ്ലോ ചെയ്ത് ഇറങ്ങാൻ തന്നെ ഇറ്റ് ടുക്ക് മോർ ദാൻ 2 hours. അത്രയും ക്രൗഡായി. ആ സമയത്തൊക്കെ നമ്മുടെ പിടിവിട്ടുപോയി. അദ്ദേഹം വന്ന് നിന്നു, പരിപാടിയൊക്കെ ചെയ്തു. പരിപാടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഈ സെൽഫി ഇല്ല, സെൽഫി ഫോൺസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യാ ഷ്യൂർ, വളരെ നോർമലായിട്ട്. അപ്പോൾ അദ്ദേഹം ചേർന്ന് നിന്ന് ഞാൻ ആ ക്യാമറ ചേട്ടനോട് ഓവർ ദ മൈക്ക്, ഞാൻ ഇന്ന് വരെ ആരോടും അങ്ങനെ ഡിമാൻഡ് ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ഞാൻ മൈക്കോട് പറഞ്ഞു, ചേട്ടാ ഒരു ഫോട്ടോ ഇപ്പോൾ ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ
തളപതിയുടെ ഫോട്ടോ ഇന്നും എൻ്റെ കയ്യിൽ വളരെ കൃത്യമായിട്ട് ഞാൻ സൂക്ഷിച്ച ഒരു ഫോട്ടോയാണ് അത്. വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ബ്രേക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു അത് narrate ചെയ്യുമ്പോൾ തന്നെ എനിക്കത് കിട്ടുന്നുണ്ട് ആ feel, അല്ലേ? ആണ്. കാരണം നമ്മൾ ഈ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധന എവിടെയൊക്കെയോ സിനിമകൾ കണ്ട്, അതായത് ആ 90s കിഡാണ് ഞാനൊക്കെ. അപ്പം വളർന്നു വന്ന അദ്ദേഹത്തിന്റെ എത്രയോ തിരുപ്പാച്ചി തുടങ്ങിയ ഒരുപാട് ഗില്ലി, പോക്കിരി ഒക്കെ കണ്ട് എന്താ പറയാ ഇരുന്ന് വിസിലടിച്ച ഒരു ജനറേഷൻ അല്ലേ. പറയുമ്പോൾ മലയാള നടനല്ല, പക്ഷെ എങ്കിൽ പോലും വിജയ് കേരളത്തിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ സിനിമകൾ എത്തുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യത, അല്ലേ? ഞെട്ടിപ്പോയി. ഞാൻ ട്രിവാൻഡ്രത്ത് അദ്ദേഹം പുള്ളിയത് കണ്ടിട്ട് ഞാൻ തകർന്നു പോയി. ഇത്രയും മാത്രം അദ്ദേഹത്തിനുള്ളൊരു ഓറ. അതുപോലെ അല്ലു അർജുനോടും ഞാൻ പറഞ്ഞു എനിക്ക് ഐ ജസ്റ്റ് നീഡ് എ സെൽഫി. അപ്പോഴത്തേക്ക് സെൽഫി എത്തിയായിരുന്നു. ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഒരു സെൽഫി വേണം എന്ന് പറഞ്ഞു. പ്ലീസ് ഡു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു മൊമെന്റ് ആണ് നമ്മൾക്ക്. എനിക്കെന്തോ അങ്ങനെ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സ്റ്റാർസിന്റെ. എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു രാംചരൺ. മഗധീരയൊക്കെ കോളേജ് ടൈമിൽ മഗധീരയൊക്കെ ഒരുപാട് തവണ കണ്ടിട്ട് RRRന്റെ പ്രൊമോഷന് NTRും രാംചരണും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇരിക്കുകയാണ് ഞാനിങ്ങനെ രാംചരനെ തന്നെ നോക്കിയിരിക്കുക. പക്ഷേ വളരെ നമ്മൾ ആ സിനിമയെ കണ്ടതല്ലാത്ത വളരെ നോർമൽ ആയിട്ടുള്ള വൺ ഹ്യൂമൻ ബീങ് വളരെ കൂളായിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു സാർ ഞാൻ ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളാണ്, സാറിൻ്റെ ഏർഡൻ ഫോളോവർ ആണെന്നൊക്കെ അന്ന് അങ്ങനെ കുറച്ച് പേരോട് പറഞ്ഞു. പിന്നെ ലാലേട്ടൻ മമ്മൂക്ക ഓൾവേസ്, കാരണം ഞാൻ ആദ്യം തന്നെ ലാലേട്ടനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടൻ എനിക്കൊന്ന് തൊടണം എന്നുണ്ട് പറഞ്ഞു, കയ്യിലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അതിനെന്താ കെട്ടിപ്പിടിച്ചോളൂ അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് എന്നുള്ള ആ ഫസ്റ്റ് ഷേക്ക് ഹാൻഡ് ഒക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് റോഹൻ. 17 വർഷം മുമ്പൊക്കെ ലാൽ സാർ അത് ഓർത്ത് വെക്കണം എന്നില്ല. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കൈയൊക്കെ എൻ്റെ കൈക്ക് ഐസ് പോലെ ഇരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന ലാലേട്ടനെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരിക്കൽ പോലും കാണാനോ ഒന്നും പറ്റുമെന്ന് വിചാരിച്ച ആൾക്കാരല്ല. എത്രയോ വേദികൾ ഒരുമിച്ച് നിൽക്കുന്നു. 17 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും മീരയുടെ തുടക്കം മുതലുള്ള സമയം തൊട്ടാണ്. മീരപ്പ് നിൽക്കുന്ന മധുര 18-ലാണ്, പ്രായത്തിലല്ല കാരിയർ ഏജിൽ 18-ലാണ്. ഈ 18 വർഷം ചെറിയൊരു കാലയളവല്ല, അല്ലെ? ഈ തുടങ്ങുന്ന സമയത്ത് എല്ലാവരോടും ഇപ്പം ആങ്കറാണ്, ഇത്രയും തിരക്കുള്ള ആങ്കറാണ്, അത്രയും പേയ്മെൻറ്റ് നമ്മുടെ ഉണ്ട്, പ്രൊഫൈൽ വാല്യൂ ഉണ്ട് എന്നിരുന്നാൽ പറഞ്ഞാൽ പോലും നമ്മളിതിനൊപ്പം തന്നെ കേൾക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതെത്ര കാലം? നമ്മളിപ്പോഴും കേൾക്കേണ്ട ഒരു സാധനമാണ്. അത് തുടക്കകാലത്തും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴും വരും. ആണോ പെൺ വ്യത്യാസമില്ലാതെ കേൾക്കുന്നൊരു ചോദ്യമാണ്. ഇതിന് ഒരു സ്ഥിരതയുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു സേഫ് സോൺ ആണോ എന്നുള്ള ചോദ്യം തുടക്കകാലം എന്നുള്ളത് ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയിലുണ്ടോ അവതാരകർക്ക്? ഇപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ത് തന്നെ ആയിക്കോട്ടെ റോഹൻ, നിങ്ങൾക്കതിലുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി പാടുപെടാനായിട്ട് പണിയെടുക്കാനായിട്ട് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്കിവിടെ ലോങ് റൺ ഉണ്ട്. എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് പ്രൂവ് ആയത് എനിക്കത് മാത്രമാണ്. നമ്മൾ എന്തും മനസ്സറിഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യമുണ്ട്, നമുക്കതിനുള്ള ടാലൻ്റ് ഉണ്ട്. ഒരു ഗിഫ്റ്റ് നമുക്ക് ദൈവം തരും, പക്ഷേ അത് പ്രാക്ടീസിലൂടെ അത് അടുത്ത ലെവലിലേക്ക് നമുക്ക് ഉയർത്താനായിട്ട് ആ പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം വേണോ ആ പണിയിൽ നിൽക്കാൻ പറ്റും. ആ ജോലി എന്തായിക്കോട്ടെ, അതിപ്പോൾ ഒരു ഓഫീസ് ജോലി ആയിക്കോട്ടെ, ആങ്കറിങ് ആയിക്കോട്ടെ, മീഡിയ ആയിക്കോട്ടെ. എല്ലാവരും പറയും ലൈം ലൈറ്റ്, അത് ലൈം ലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇന്ന വിങ് അത് പോകാം, ഇച്ചിരി സമയമേ ഉള്ളൂ. അതെന്താ പറയുക, ഒരു ചെറിയ ഒരു ഫ്ലൈ പോലെയൊക്കെ ജസ്റ്റ് നമ്മളിൽ നിന്ന് പോയേക്കാം. നമുക്ക് വൺ വേ ഓർ ദി അതർ എവിടെയെങ്കിലും അതിൻ്റെ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. കഴിവും വേണം, നമ്മൾ അതിനോടൊപ്പം നമുക്ക് അമ്മാതിരി പണിയെടുക്കാനുള്ളൊരു മനസ്സും വേണം. അത് ഏത് ജോലി ആയിക്കോട്ടെ, ആ മനസ്സുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ച് ഉറപ്പോടെ പറയുകയാണ്, നിങ്ങൾ ഒരുപാട് കാലം, നിങ്ങൾ പ്രതീക്ഷേനേക്കാൾ കാലം അത് നിങ്ങളോടൊപ്പം നിൽക്കും. ആ ജോലി എന്ത് തന്നെയായാലും നമുക്കൊപ്പം തന്നെ സഞ്ചരിക്കും എന്ന എല്ലാം അതിങ്ങനെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കാത്തൊരു പോയിന്റ് പോലും അത് നമുക്ക് റീപേയ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കും. സോ മീഡിയ അങ്ങനെയാണ്. ആദ്യം തുടക്കകാലത്തൊക്കെ എല്ലാവരും പറയും സോ വേറെ എന്ത് ചെയ്യുന്നു. ഇപ്പം ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്, അപ്പോൾ സർട്ടിഫിക്കറ്റ് കളയണ്ട കേട്ടോ, സർട്ടിഫിക്കറ്റ് വെച്ചോളൂ. ഇപ്പം ഇത് എപ്പോഴാണ്, കാരണം ഞാനൊന്ന് കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഷോ ചെയ്യുകയാണ്. അപ്പം കോമഡി സ്റ്റാർസിനൊന്ന് റേറ്റിംഗ് വല്ലതും കുറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് 14 വർഷമാണ് ഞാൻ ആ ഷോ ചെയ്തത്, ഒരൊറ്റ ഷോ. അപ്പം ഈ റേറ്റിംഗ് എവിടെയെങ്കിലും കുറഞ്ഞിരുന്നെങ്കിൽ 2 വർഷം 3 വർഷത്തിൽ ഞാൻ ഒതുങ്ങിയേനെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആസ് എ ഫാമിലി അതെല്ലാവരും നിന്ന് പണിയെടുത്ത് അതിന് റേറ്റിംഗ് ആയിക്കോട്ടെ, അതിന് വേണ്ടുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വരുകൂട്ടി പ്രസൻറ്റ് ചെയ്യായിരുന്നു. അപ്പം അന്നൊക്കെ എല്ലാവരും കേൾക്കാറുണ്ട്, ഞാനും കേൾക്കാറുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കളയണ്ട, എങ്ങനെയായാലും ഒരു വീട് വെച്ചിട്ടെങ്കിലും ജീവിക്കണ്ടേ, ഇത് കഴിഞ്ഞാൽ എന്താ. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, എങ്ങനെയൊക്കെ അങ്ങ് ഓടി. ഏത് പോയിന്റിലായിരുന്നു ഒന്ന് റീതിങ്ക് ചെയ്തത്, ഞാൻ സ്റ്റക്കായി പോയൊരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാനിത് തുടരേണ്ടതുണ്ടോ, ഞാൻ മറ്റെന്തെങ്കിലും വഴി കൂടിയും വെട്ടേണ്ടതുണ്ട്, അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടായിരുന്നു? വന്നിട്ടില്ല റോഹൻ ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആദ്യത്തെ ഒരു കോള്, എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് ഷൂട്ടിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു
വാട്ട് യു സേ ലൈക്ക് നമ്മുടെ ആദ്യത്തെ നമ്മൾ ഉണ്ണിച്ചേട്ടന് വേണ്ടി ഞാൻ കൊടുത്ത ഒരു ഇതിന് വേണ്ടി അല്ലാതെ ഞാൻ ഒരു കോളിന് വേണ്ടിയും വെയിറ്റ് ചെയ്തിട്ടില്ല. ഒരു കോളിന് വേണ്ടിയും ഞാൻ പറയും ഓരോ സ്റ്റേജസും എനിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാൻ ചെയ്യുന്ന ഓരോ വർക്കും എനിക്ക് വേണ്ടി പറയുമായിരുന്നു. ഞാൻ ആരോടും എനിക്ക് റോഹൻ എനിക്കൊരു പ്രൊഫൈലില്ല. ഐ ഡോണ്ട് ഹാവ് എ പോർട്ട്ഫോളിയോ ഇല്ല. പ്രൊഫൈൽ ഇൻ ദ സെൻസ് ലൈക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു പോർട്ട്ഫോളിയോ എനിക്കില്ല. ഇന്നും കേരളത്തിലെ എല്ലാ ഇവൻറ്റ് ഗ്രൂപ്പുകാരോടും ചോദിച്ചാൽ, ഇവിടെ ലീഡിംഗ് ആയിട്ടുള്ള 10 ഇവൻറ്റ് ഗ്രൂപ്പിനോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് പോർട്ട്ഫോളിയോ ഇല്ല. ഞാനൊരു പോർട്ട്ഫോളിയോ ഒരാളുടെയിലും കൊടുത്ത് ചെയ്തിട്ടുമില്ല. എനിക്കില്ല. സാധാരണ നോർത്ത് ഇന്ത്യൻ ക്ലയൻസ് ഒക്കെ വരുമ്പോൾ അവർ പറയും മീര പോർട്ട്ഫോളിയോ നയിക്കോ. ഞാൻ പറയും എൻ്റെ കയ്യിൽ പോർട്ട്ഫോളിയോ ഇല്ല ചേട്ടാ. യു ജസ്റ്റ് ഗോ ഫോർ ദ യൂട്യൂബ് ഓർ ഗൂഗിളിൽ നോക്കുക, ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ പോർട്ട്ഫോളിയോ. അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മോഡലിംഗ് ഫോട്ടോസൊക്കെ എടുത്ത് മൈക്കൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന 2 ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ കയ്യിൽ അതില്ല. അതൊന്നുമില്ല. ഡീറ്റെയിൽസ് ഞാൻ ഇത്രയും വേദികൾ ചെയ്തു, എൻ്റെ ഇത് ഇത്രയാണ്, ഞാൻ ഇത്രയും സ്റ്റാർസിനെ കണ്ടിട്ടുണ്ട്, എനിക്കതില്ല റോഹൻ. അതില്ലാതെ ഞാൻ ഈ 18 വർഷം ഓടിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജോലികളാണ് എനിക്ക് വേണ്ടി സംസാരിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഈ 18 വർഷം റെഗുലർ ക്ലയൻസ് ഉണ്ട്, കോർപ്പറേറ്റ് ക്ലയൻസ് ഉണ്ട്, വലിയ SBI പോലുള്ള വലിയ ബാനേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഓരോ സ്റ്റേജ് കഴിയും തോറും അടുത്ത 12 സ്റ്റേജ് 15 സ്റ്റേജൊക്കെയാണ് ലോക്ക് ചെയ്ത് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പോർട്ട്ഫോളിയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇവൻറ്റ് എനിക്ക് തോന്നുന്നു അവനൊരു 18-20 വയസ്സ് 20-21 വയസ്സൊക്കെ വരത്തുള്ളൂ. ചേച്ചി ആ പോർട്ട്ഫോളിയോ ഒന്ന് അയച്ചു തരുമെന്ന്. ഞാൻ പറഞ്ഞു മോനെ ചേച്ചിയുടെ കയ്യിൽ ആ സാധനമേ ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ പോർട്ട്ഫോളിയോ. നീ അത് ചോദിച്ച് ചേച്ചീനെ കുഴപ്പിക്കരുത്. അപ്പം അവനെ കണ്ണു തള്ളി നിൽക്കുക, ചേച്ചി പോർട്ട്ഫോളിയോ ഇല്ലേ? അപ്പം ഞാൻ ക്ലയൻറ്റിന് എന്ത് അയച്ചു കൊടുക്കും? ഞാൻ പറയും നീ പറ ഇങ്ങനെ ഒരാളുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യല്ലാതെ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എ പോർട്ട്ഫോളിയോ സീരിയസ്ലി. അപ്പോൾ അതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഇത്രയും കാലയളവിൽ ഒരുപക്ഷെ സീരിയലുകളൊക്കെ അങ്ങനെ പോയി കണ്ടിട്ടുണ്ട്. ഒരുപാട് തീരാത്തത്ര സീരിയൽ എന്നൊക്കെ പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ആങ്കറായിട്ടൊരു ഷോ ഇത്രയും വർഷം കിട്ടിയ റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ അത് മീരാനിൽ തട്ട് താണിരിക്കും. കളിയാക്കും എന്നെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, രമേശേട്ടൻ എല്ലാം കളിയാക്കും. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയ്ക്ക് ഫ്രണ്ടിൽ നിന്ന് ഹോസ്റ്റ് ചെയ്തത് ഇവളാണ്. അന്നേ തുടങ്ങിയ പരിപാടിയാ. ഇവർക്ക് എത്ര പ്രായമുണ്ടെന്ന് ഇവളുടെ പാസ്പോർട്ട് കാണിക്കണം. ഐ മേ ബി മോർ ദാൻ 50 years ഓഫ് ഏജ്. അടുത്ത സീസൺ തുടങ്ങുമ്പോഴത്തേക്കും കണ്ണാടിയും സെറ്റ് പല്ലിൻ്റെയും പൈസയും കൂടെ ബഡ്ജറ്റിൽ എൻ്റെ കെയർ ചെയ്യണം. ഇതെല്ലാം റെഗുലർലി ഞാൻ കേൾക്കുന്ന തമാശകളാണ്. പക്ഷെ റോഹൻ ചോദിച്ചില്ല എപ്പോഴെങ്കിലും റീതിങ്ക് ചെയ്തിട്ടുണ്ടോ വേറൊരു ജോലിയും കൂടി ഞാൻ നോക്കേണ്ട കാര്യമുണ്ടോ? ഇതിനൊരു സസ്റ്റൈനബിൾ ആണോ? എൻ്റെ ലൈഫ് ലോങ് ഒന്നും ഇത് ചെയ്യാൻ പറ്റും അങ്ങനെയില്ല. പക്ഷെ വൺ വേ ഓർ ദി അതർ ഏതെങ്കിലും ഒരു ഫോമിൽ എനിക്ക് മീഡിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസവും അതിനുള്ളൊരു മനസ്സും ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി കോണ്ടന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്കൊരു ഡിറക്ഷൻ സൈഡ് ആയിക്കോട്ടെ, ബിഹൈൻഡ് ദ ക്യാമറ എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പം ഇന്നതല്ല ലൈം ലൈറ്റ് ഇല്ലെങ്കിലും സംവെയർ ഇൻ മീഡിയ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടം വിട്ടു പോവില്ല അല്ലെ, ഒന്നില്ലെങ്കിൽ മുമ്പിലോ അല്ലെങ്കിൽ എന്ത് ജോലി ഞാൻ ചെയ്യും റോഹൻ. ഞാൻ എന്ത് ജോലി ഞാൻ ചെയ്യാൻ വില്ലിങ് ആയിട്ട്, മീഡിയ എന്ന് മാത്രമല്ല എനിത്തിങ് ഐ വിൽ ഡു. കാരണം എൻ്റെ അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള വളരെ അപ്ബ്രിങ്ങിങ്ങിലാണ് എന്നെ വളർത്തിയത്. സോ ഇപ്പോഴും 100 രൂപയുടെ വാല്യൂ 100 രൂപ തന്നെയാണ് എനിക്ക്. ഇപ്പോഴും ഞാൻ പറയും 2 ജ്യൂസാണോ കുടിച്ചത്, 3ാമത്തെ ജ്യൂസ് അവൻ ഇനി എങ്ങനെ അറിയാതെ മാറി ബില്ലിൽ അടിച്ചോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്ന പക്ക മിഡിൽ ക്ലാസ്സിൽ വളർന്ന എല്ലാ അപ്ബ്രിങ്ങിങ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യാനും നമുക്ക് മടി തോന്നത്തില്ല. നമ്മൾ പറയില്ല ആ ഭയം ഉണ്ടെങ്കിൽ അയ്യോ ഇനി എന്ത് 10 വർഷം കഴിഞ്ഞാൽ ഞാൻ എന്ത് ജോലി ചെയ്യും. എനിക്ക് ആ ടെൻഷനേ വന്നിട്ടില്ല റോഹൻ സീരിയസ്ലി. കാരണം ഇതല്ലെങ്കിൽ ഞാൻ അടുത്ത പരിപാടിക്ക് ഇറങ്ങി. ഞാനൊരു ഡാൻസറാണ്. ഐ ഈവൻ ഗോ ഫോർ എ ഡാൻസ് ക്ലാസ്. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ നല്ലൊരു ക്ലയൻറ്റിനെ കണ്ട് ഞാൻ അവർക്ക് നല്ലൊരു വീട് പണിത് കൊടുക്കുമായിരിക്കും. എനിക്കൊന്നും മടിയില്ലടാ. ശരിക്കും എല്ലാത്തരം സ്റ്റേജിൽ നമ്മൾ നിൽക്കണം, സർവൈവ് ചെയ്യണം എന്ന് പറയുമ്പോഴും അപ്പോൾ മീര തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരിക്കലെങ്കിലും നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ അല്ലെ യാത്ര ചെയ്യണം, എക്കണോമിയിൽ പോകുന്ന സമയത്ത് നമ്മളിത് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു തോന്നൽ വേണമെന്ന് പറയും. ഞാൻ അത് പറഞ്ഞതുകൊണ്ട് ആ വാക്കുകൾ കടമെടുത്ത് തന്നെ ചോദിക്കുക, എപ്പോഴെങ്കിലും അത്തരം പടികളിൽ നിന്ന് വീഴുമെന്നുള്ള പേടിയോ അല്ലെങ്കിൽ ആ വീഴ്ചയിൽ തളരുമോ എന്നുള്ള പേടിയോ അലർട്ട് ചെയ്തിരുന്നോ? ഇല്ല, അലട്ടിയിട്ടേ ഇല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ബിസിനസ് സംരംഭങ്ങൾ ഇതാണെന്ന് ഞാൻ പുറം ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. എനിക്കൊരു ബിൽഡിംഗ് റെൻ്റൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് ഞാനത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ അനൗൺസ് ചെയ്തത്. എൻ്റെ ഒരു 3ാമത്തെ ബിൽഡിങ്ങിൻ്റെ ഇനോഗ്രൽ ഡേയിലാണ് ഞാനിത് പറയുന്നത്. അതുവരെ ഞാനത് റിവീൽ ചെയ്തിട്ടില്ല.
ആ പേടി ഇല്ലാത്തത് കൊണ്ടാണ് റോഹൻ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറയില്ലേ, ഈ സീറോയിൽ നിന്ന് തുടങ്ങുന്നവരൊന്ന് ഭയക്കണം, പക്ഷെ എന്നെ പോലെയൊക്കെ മൈനസിൽ നിന്ന് തുടങ്ങുന്നവരൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിഷയമല്ല, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. സി, എനിക്ക് എപ്പോഴും ഞാൻ പറയും, വി സ്റ്റാർട്ടഡ് ഓഫ് സീറോയിൽ നിന്ന് തുടങ്ങിയാൽ അയ്യോ ഇനി മുകളിലോട്ട് ഐ സ്റ്റാർട്ടഡ് ഫ്രം -21 or -31. സോ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഞങ്ങള് ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മളായിട്ടുള്ള ഒരു പാത നമ്മൾ വെട്ടി ഉണ്ടാക്കിയിരിക്കും. എന്ത് പറഞ്ഞാലും അത് അധികം ആരും ട്രാവൽ ചെയ്യാത്തൊരു വഴിയായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ആ വഴി എൻ്റെ തന്നെയാണ്. അത് മറ്റാരും ഈ പറഞ്ഞ പോലെ മുന്നേ അത് നടന്നവരുണ്ടാവില്ല. എൻ്റെ ഫാമിലിയിൽ അധികം ബിസിനസ് ആൾക്കാർ കുറവാണ്. അപ്പോൾ എല്ലാവരും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ചോദിച്ചു, അയ്യോ അതും സാധാരണ ബിസിനസ്സും അല്ല, കേട്ടുകേൾവി അധികം ഈ നാട്ടിൽ അത് ഇച്ചിരി കുറവാണ്. ചെറുതായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ വെൻ യു ഗോ ഫോർ അബ്രോഡ് ലൈക്ക് ദുബായ് ഓർ ലൈക്ക് അമേരിക്ക പോകുമ്പം ഏറ്റവും വലിയ കാശ് ഉണ്ടാക്കുന്ന ലീസ് കോൺട്രാക്ടേഴ്സ് ആണ് അവിടുത്തെ വലിയ ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് എന്ന് പറയുന്നത്, അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത്. കാരണം അവർ ഏറ്റവും നല്ല ലാൻഡ് അക്വയർ ചെയ്തിട്ട് വലിയ ക്ലയൻസുമായിട്ട് പിച്ചിങ് ചെയ്തിട്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി അവർക്ക് റെന്റിന് കൊടുക്കും. ഇപ്പോൾ ആപ്പിൾ തന്നെ ബാംഗ്ലൂരിൽ കോടി രൂപയ്ക്കാണ്, നിയർ ടു 10 crore rupees-നാണ് ആപ്പിളിൻ്റെ വലിയ സ്ട്രക്ചർ റെന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ, ഇത്രയും lakh square feet-ൻ്റെത്. സോ ഇറ്റ് ഇസ് എ ഭയങ്കര ബ്ലഡി ഗെയിമാണ്, വലിയ ബിസിനസ് സാധ്യതകളുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലേക്ക് അതിങ്ങനെ ആയി വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം സോ ഞാനത് കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് ഇതിന്റെ പിറകെ സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷേ ആ യാത്രകൾ കുറച്ചും കൂടി സൈലന്റ് മോഡിലായിരുന്നു അല്ലേ? ഞാൻ എല്ലാം വിശ്വസിക്കുന്നത് really work hard in silence and let your victory make the noise എന്നാണ്. നമ്മൾ ഏറ്റവും പതിയെ വർക്ക് ചെയ്യുക, വിജയങ്ങളാവട്ടെ നമുക്ക് വേണ്ടിയുള്ള എല്ലാ ഒച്ചപ്പാടും. ഐ ഓൾവേസ് ലവ് ടു കീപ് ലൈക്ക് അടുത്തൊരു മൂവ് ആയിക്കോട്ടെ, എൻ്റെ ഒരു ഇൻകം സോഴ്സ് ആണെങ്കിലും എൻ്റെ പ്രണയമാണെങ്കിലും ഇതെല്ലാം വളരെ പ്രൈവറ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയും ഇത്രയും സാധ്യതയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, വിഷ്ണു ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് മൊമെൻറ്റ്സിനാണ് സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് കൊടുത്താൽ ഏറ്റവും നമുക്ക് പൈസ തിരിച്ച് റിട്ടേൺ വരുന്നത് പ്രൈവറ്റ് കാര്യങ്ങൾ നമ്മൾ വിൽക്കുമ്പോഴാണ്. മലയാളത്തിലെ എല്ലാ നിങ്ങൾ വ്ളോഗേഴ്സിനെ എടുക്കൂ, അതിൽ ഏറ്റവും കോണ്ടന്റ് വിറ്റഴിക്കപ്പെടുന്നത് അവരുടെ പ്രൈവറ്റ് സെക്ടറിലെ കാര്യങ്ങളാണ്. കാരണം മലയാളി വ്യൂവേഴ്സ് ടെൻഡ് ടു വ്യൂ ഓൾ ദാറ്റ്, എല്ലാവർക്കും അത് കാണാനാണ് ഇഷ്ടം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഹസ്ബൻഡ് ഉണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അതൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൂടാ? സി, ഞങ്ങളെല്ലാ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് ഒരു ചെറിയൊരു പ്രൈവസി അതിൽ എവിടെയെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് റിവീൽ ചെയ്യണം എന്നില്ല. ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ വിഷ്ണു എന്നോട് പറഞ്ഞു, നീ ഇപ്പം പറഞ്ഞോളൂ ഇനി എല്ലാമായി. സോ നൗ യു ക്യാൻ അനൗൺസ്, ദിസ് ഇസ് മൈ ബിൽഡിംഗ്, ഇതിന് മുന്നേ ഞാൻ ഇത്രയാണെന്ന്. അതിന് മുന്നേ പറയാനായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു പലതരം വേദികളിൽ മീരനെ കണ്ടിട്ടുണ്ട് അവിടെ ആങ്കറായിട്ടാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു അവതാരക പോലെ സംസാരിച്ച് തുടങ്ങി അതിന് പുറകിൽ ഞാൻ നിൽക്കുന്നത് എൻ്റെ മണ്ണിലാടാ എന്ന് പറയും പോലെ, മാലിക്കിൽ പറയുന്ന പോലെ ഞാൻ വളർത്തിയ മണ്ണിലാടാ നിങ്ങളൊക്കെ നിൽക്കുന്നത് പറഞ്ഞ പോലെയാണ് ലാസ്റ്റ് അനൗൺസ് ചെയ്യുന്നത്. ഭയങ്കര റിവീൽ ചെയ്യുന്നൊരു ഇത് കൂടിയാണ്. ഈ ഞാൻ ഇന്ന് ആങ്കർ റോളിലല്ല അല്ലേ, എനിക്ക് ആ ഒരു ലൈന് എനിക്ക് റോഹൻ എനിക്കറിയില്ല, ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ എവിടെയൊക്കെ വർഷങ്ങളായിട്ട്. കാരണം ഒരു ബിൽഡിംഗ് ഉണ്ടായി വരിക, സ്പെഷ്യലി ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടായി വരിക എന്ന് പറയുന്നത് ഭയങ്കര പണി പിടിച്ചൊരു കാര്യമാണ്. കാരണം ഫ്ലോലെസ് ആയിട്ട് അതിൻ്റെ പേപ്പർ വർക്ക്, ഓർഗാനിക് ആയിട്ട് പൈലിംഗ് ഒക്കെ ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഒരു 3-4 വർഷമാണ് എടുക്കുന്നത്. അതിൻ്റെ പേഷ്യൻസ് വേണം, ഫിനാൻഷ്യലി ലൈക്ക് മെൻ്റലി ഫിസിക്കലി നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അത്രയും നമ്മളെ കുഞ്ഞിനെ പോലെ നമ്മൾ വളർത്തി വലുതാക്കി അതിങ്ങനെ എന്താ പറയുക കെട്ടുപ്രായമൊക്കെ ആയി നമ്മളിനി ഒരാൾക്ക് കൈ പിടിച്ച് കൊടുക്കുന്ന ദിവസമാണ്. അന്നാണ് ഞാൻ പറയുന്നത്, അതെ ഇന്ന് ഞാൻ ഹോസ്റ്റായിട്ട് നിൽക്കണോ, ഗസ്റ്റായിട്ട് നിൽക്കണോ, ബിൽഡിംഗ് ഓണറായിട്ട് നിൽക്കണോ എന്ന് എനിക്കറിയില്ല, ഇത് എൻ്റെ ബിൽഡിംഗ് ആണ് എന്നെനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത് ആ മണ്ണിൽ ഞാൻ അത്രയും പണിയെടുത്തിട്ടുണ്ട്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ഒന്ന്, നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി വയ്ക്കുന്ന സമയത്ത് ഇതിന് കുറേ കൂടി റീച്ച് കിട്ടണം, ഇതൊരു പബ്ലിസിറ്റി ഇതിൻ്റെ മാർക്കറ്റിംഗ് ഭാഗമായിട്ട് വരണം എന്നുള്ളതുകൊണ്ട് തന്നെ പലരും ചെയ്യുന്നത് ഇതിൻ്റെ പ്ലാൻ വരുമ്പോൾ തന്നെ ഇത് കുറച്ച് റിവീൽ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ഓട്ടോമാറ്റിക് മീഡിയയ്ക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് വരും, ആളുകളിലേക്ക് റീച്ച് വരും. രണ്ടാമത്തെ ഘട്ടം, എനിക്കിത് മാത്രമല്ല എൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഒരു പ്രൊഫൈൽ കുറച്ചും കൂടി വലുപ്പമുള്ളതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതലും വരും. ഇതിവിടെ 2 മീരയുടെ ഭാഗത്ത് വരുന്നില്ല. ഇത് വളർന്ന് വെള്ളമൊഴിച്ച് ചെടി നട്ട് മരമായി വളർന്ന് ഫലം പൊട്ടിക്കാറാകുമ്പോഴാണ് പറയുന്നത് എനിക്കൊരു മാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. നോക്കുമ്പോ ഒരു മാവല്ല, ഇത് തോട്ടാണ്, സ്വന്തമായിട്ട് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് അവിടെ ഉണ്ട് ഇതിന്റെ 3ാമത്തെ പ്രൊജക്റ്റാന്ന് പറയുന്നത്. കൊച്ചിയിലെ വൻ പ്രൊജക്ടിന്റെ പ്ലാൻ ഒരുങ്ങുന്നു അല്ലേ. അപ്പോൾ
എന്താണ് ഈ ഒരു പിടിച്ചു വെക്കലിന്റെ രഹസ്യം എന്താ ശരിക്കും? ഞാൻ പറഞ്ഞില്ലേ, മറ്റേ പറഞ്ഞു നമ്മൾ ഈ വീട് പണി കഴിയുന്നവരെ കണ്ടു തട്ടാതിരിക്കുന്ന പോലെ ഇത് പറയാതിരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഞാൻ പറയാം ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി തന്നെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ മാത്രം തോട്ടാണ് കേട്ടോ. എന്ന് പറഞ്ഞ് വേറൊരാൾ അവരുടെ ലൈഫ് സ്റ്റൈൽ അനൗൺസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നു കാണിക്കുന്നു, അതിലൊന്നും എനിക്ക് ഒരു വിരോധവും ഇല്ല. എൻ്റെയും വിഷ്ണുവിൻ്റെയും ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം അത് ആ പോയിന്റിൽ മാത്രം റിവീൽ ചെയ്യേണ്ട പോയിന്റിൽ മാത്രം അത് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ വരികയാണ്, ഞങ്ങൾ ഇത് ചെയ്യാൻ പോവുകയാണെന്ന് കൊട്ടിഘോഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ചെയ്ത് അതിൻ്റെ ഒരു കംപ്ലീഷനിൽ മാത്രം എല്ലാവരും അറിയേണ്ട ഒരു സമയത്ത് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ മീര എന്നുള്ളൊരു ബ്രാൻഡ് മുഖ്യധാരയിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ പല സെലിബ്സും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. എൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്, എനിക്കൊരു വാല്യൂ ഉണ്ട്, അപ്പോൾ അതിനെ നിർത്തി നമുക്ക് അതിലേക്ക് ചിലപ്പോൾ കുറേ ഇൻവെസ്റ്റേഴ്സ് വന്നേക്കാം, നമുക്ക് കുറേ കൂടി ഈസിയാണ് അല്ലേ. ഒപ്പം നമ്മളെ കട്ടയ്ക്ക് സ്ട്രോങ് പില്ലറായിട്ട് ഹസ്ബൻഡ് ഒപ്പം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ കുറേ കൂടി നമുക്ക് നമ്മുടെ വർക്ക് ഫോക്കസിൽ പോവാം, അത് അതിലോട്ട് മുന്നോട്ട് പോവാം. ഇതിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് തലവേദനകൾ എടുക്കേണ്ടതില്ല, അല്ലാതെ വർക്ക് പ്രഷറും കാര്യങ്ങളും ഓട്ടങ്ങളും ഉണ്ട്. മീരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാം അതിൽ ഇന്നാണ് ഫുൾ. കാരണം എന്താണെന്നറിയോ റോഹൻ, നമ്മളിപ്പോൾ പറയില്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഈ സാംസങ് എന്ന് പറയുന്ന ഒരു കമ്പനി, നമ്മൾ സാംസങ് എന്ന് പറയുമ്പോൾ റോഹന്റെ മനസ്സിൽ എന്താ വരുന്നത്? ഫോണ്. എന്നാൽ ബുർജ് ഖലീഫ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സ്കൈ സ്ക്രേപ്പർ ഉണ്ടാക്കിയത് സാംസങ്ങിന്റെ C&T കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. സോ ഇവർക്കെല്ലാം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വലിയ ഒരു സോഴ്സ് ഔട്ട് എല്ലാ ടീമിനും ഉണ്ട്. ഇത് പുറത്തധികം നമ്മൾ എക്സ്പോസ്ഡ് ആവാത്തതിൻ്റെ റീസൺ ഇതിൻ്റെ ഓർഗാനിക് ടൈം എടുക്കും. ഓക്കെ, ഇപ്പം റോഹൻ ചോദിച്ചില്ലേ, ഞാൻ മാസ്കും ക്യാപ്പും വെച്ചിട്ട് ട്രിവാൻഡ്രത്തെ കോർപ്പറേഷൻ ഓഫീസസ്, സോണൽ ഓഫീസസ്, ട്രിവാൻഡ്രത്തിൻ്റെ ചരിത്ര ഗവേഷക സംഘത്തിൽ നിന്നും 1960 ട്രിവാൻഡ്രത്തിൻ്റെ രേഖ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാനായിട്ട് പോയിട്ടല്ല എടുത്തത്. ചിലപ്പോൾ ഒരാളെ അയച്ചാൽ ഇത് കിട്ടുമായിരിക്കും, പക്ഷെ അവരിപ്പോൾ വിളിച്ചിട്ട് പറയും, ഹലോ മാഡം ഇപ്പം ബിൽഡിംഗ് പെർമിറ്റ് ആയിട്ടുണ്ട്, ബിൽഡിംഗ് പെർമിറ്റിന് അവരൊരു 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എനിക്ക് എത്രയാണ് പെർ സ്ക്വയർ ഫീറ്റിന് ഒരു കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല എങ്കിൽ ഞാൻ എന്ന ഓണർ അവിടെ പരാജയമാണ്. കാരണം അവൻ പറയുന്ന റേറ്റ് ഞാൻ കൊടുത്താൽ ശരി, ഞാനിപ്പോൾ 3 ലക്ഷം രൂപയുടെ നീ പോയി പെർമിറ്റ് എടുത്തോ എന്ന് പറയണം. എനിക്കതല്ല, എനിക്കിതിപ്പം എൻ്റെ ഏറ്റവും പ്രൈമറി ലെവലോട്ട് എനിക്കറിയാം ഒരു പെർമിറ്റിന് എത്രയാണ് രൂപ, 30,000 ഉള്ളൂ, 300 ഉള്ളൂ, 3 ലക്ഷം ആണോ എന്നൊക്കെ എനിക്കറിയാം. കാരണം നമ്മൾ ഗ്രൗണ്ട് ലെവലോട്ട് ഇത് വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. സോ അതാണ് ബേസിക്കലി ഞാൻ പറയാം, എന്നെ ഞാൻ ഒരിടത്തും ഇതിൽ റിവീൽ ചെയ്തിട്ടില്ല. എല്ലാ ഘട്ടത്തിലും എൻ്റെ സാന്നിധ്യം ഉണ്ടാവണം, അതോ അതിനപ്പുറത്തേക്ക് എൻ്റെ ഫേസ് വാല്യൂം അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കുറേ കൂടി പേർപ്പേഴ്സ് കാര്യങ്ങൾ ബാക്കിലും കുറച്ചുകൂടി ഈസി ആവും എന്നുള്ളൊരു ധാരണ കൂടി ഉണ്ടോ? അങ്ങനെയുണ്ട് ഏതാ കുറേ കൂടി ഇപ്പോഴത്തെ ഗവൺമെൻറ് സോ എനിക്ക് സീരിയസ്ലി ഐ ഷുഡ് സേ ദിസ് റോഹൻ, ദ ഗവൺമെൻറ്റൽ വർക്ക് എന്ന് പറയുന്ന അത്രയ്ക്ക് എനിക്ക് കൃത്യമായിരുന്നു. ബിക്കോസ് ഞാനാണെന്ന് അറിഞ്ഞിട്ടല്ല ഇതിൽ പെർമിറ്റ് ഒന്നും വന്നത്. കാരണം എനിക്കത് വളരെ കൃത്യമായിരുന്നു. ഞാൻ മാസ്കും ക്യാപ്പും ഇട്ടിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈമാണ് എൻ്റെ സോണൽ ഓഫീസർ അറിയുന്നത് ഇത് ഞാനാണെന്ന്. അപ്പം മാനേജർ വന്ന് ചോദിച്ചു, മാം എന്താണ് ഇത് പറയാത്തത്, നിങ്ങളായിരുന്നു എന്ന് പറയാത്തത്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഒരു എക്സ്ട്രാ ലക്ഷറി എനിക്ക് വേണ്ട, ഞാനൊരു ജസ്റ്റ് ഒരു കോമണറാണ്. ഞാനെന്ന് പറയുന്ന മീര ഒരു ബിൽഡിംഗ് ചെയ്യാനായിട്ട് വരുന്നു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, എനിക്കൊരു കെട്ടിടം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു സാധാരണക്കാരി വന്നു നിന്നാൽ എങ്ങനെയാണോ ചെയ്തു പോകുന്ന ഒരു ടൈം അതിൽ കൂടെ തന്നെയാണ് ഞാനും കടന്നു പോയത്. അല്ലാതെ അതിൻ്റെ ഒരു പ്രിവിലേജും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അത്ര ഉറപ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. ഇതിൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്രെഡിബിലിറ്റീനെ ബാധിക്കും. റോഹനി 18 വർഷം ഉണ്ടാക്കിയ ഒരു മുഖച്ഛായ എല്ലാം പോവില്ലേ? ഈ കോൺടാക്റ്റുകളും സാന്നിധ്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോഴും അതിൻ്റെ പ്രിവിലേജ് ഒട്ടും എടുക്കാതെ നിൽക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാർക്ക് ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു പ്ലാനിൽ അതിൻ്റെ സ്റ്റാർട്ടപ്പ് പ്ലാനിലോട്ട് വരുന്ന സമയത്ത് നേരിടാവേണ്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് മീര ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത് വരുന്നത്? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ടൈം ലൈൻ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിന്നു എന്ന് വരില്ല. നമ്മളിപ്പോൾ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തു, അന്നൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് സൈൻ ചെയ്യാനുള്ള ഒരു എഞ്ചിനീയർ, ഹൂഎവർ ഇറ്റ് ഈസ്, ഒരു മാനേജർ അന്ന് ലീവാണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, അന്ന് ഒരാഴ്ച അദ്ദേഹമില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും വയ്യായ്ക വന്നു പോയി. അടുത്ത ആഴ്ച വരുന്നത് ചിലപ്പം സ്ഥലം മാറി വേറൊരാളായിരിക്കും. അത് അവർക്ക് വീണ്ടും നമ്മുടെ ഫയൽ പഠിക്കാനായിട്ട് ഇറ്റ് മൈറ്റ് ടേക്ക് അനദർ 1 മാസമോ 2 മാസമോ ഒക്കെ ചിലപ്പം എടുത്തേക്കാം. അത് അവരുടെയും കുറ്റമല്ല. അവരിത് കൃത്യമായിട്ട് പഠിച്ചിട്ടേ അവർക്കതിൽ ഒപ്പുവെക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവരുടെ ജീവിതമാണത്, ജോലിയാണത്. ഈ സമയം, ഈ ടൈം ലൈൻ ചിലപ്പോൾ നമ്മൾ വല്ലാതെ ബാധിക്കാം. നമ്മൾ മെൻ്റലി അങ്ങ് ഡ്രെയിൻ ആയി പോവാം. എല്ലാത്തിലും ചലഞ്ചില്ല. ഇപ്പം റോഹൻ ചെയ്യുന്ന ഈ ജോലിയിലും നല്ല ചാലഞ്ചിങ് ആണ്. കഴിഞ്ഞ ഇൻ്റർവ്യൂ പോലെ ആകരുത് നെക്സ്റ്റ് ഇൻ്റർവ്യൂ. വാക്കുകൾ പരമാവധി അതിന് റിപ്പറ്റീഷൻ കുറയ്ക്കണം.
ചോദ്യങ്ങൾ പുതിയതായിരിക്കണം, വന്നിരിക്കുന്ന ഗസ്റ്റ് ആരാന്ന് പഠിക്കണം, ഇതെല്ലാം ചാലഞ്ചിങ് ആണ്. സോ സ്റ്റാർട്ടപ്പിലേക്ക് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഈ ചാലഞ്ചസ് ഒക്കെ ഇരട്ടിയാണ്. ഈ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, നമ്മൾ എന്താ പറയുക, ആ ഒരു സമയം നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ, ഇവിടെ നടക്കും. കാരണം ഇപ്പം എത്രയോ പേരാണ് ഇവിടെ വിജയിച്ചു വലിയ എന്താ പറയുക, വലിയ ധനികന്മാരാകുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നത്. സോ അവരെല്ലാം ഇങ്ങനെ ഒരു ഓർഗാനിക് ടൈം അവരുടെയൊക്കെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവർ ഏതെങ്കിലും ഘട്ടത്തിൽ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടേ ഇല്ല. എനിക്ക് സീരിയസ്ലി ഐ എം സോ ഹാപ്പി ടു സേ ദാറ്റ് വന്നിട്ടേ ഇല്ല. എല്ലാവരും എന്നോട് ചോദിച്ചു, ബിൽഡിംഗ് ഒക്കെ അല്ലേ, ബിൽഡിങ്സ് ഒക്കെ ആകുമ്പോൾ കൺസ്ട്രക്ഷനിലാകുമ്പോൾ എന്താണേലും കൈക്കൂലിയൊക്കെ വാങ്ങിച്ചു കാണും. ഒരാളും ചോദിച്ചിട്ടുമില്ല, കൊടുക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ അതായത് കൊടുക്കില്ല എന്നുള്ളൊരു നമ്മുടെ ദൃഢനിശ്ചയം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആരും ഇല്ല. ഇനി ആരും വന്നില്ല. ഒരു രീതിയിലും നോബഡി ഹാവ് കെയിം അപ്പ് ലൈക്ക് ഇത് ഇത്രയും തന്നാൽ നമ്മളിത് പെട്ടെന്ന് നടത്തി തരാം, ഇപ്പൊ അതില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പം ഡിജിറ്റലാണ് പല കാര്യങ്ങളും. കെ സ്മാർട്ട് എന്ന ഒരു ആപ്പ് വഴിയാണ് എല്ലാം ചെയ്യേണ്ടത്. പണ്ടത്തെ പോലെ മാനുവൽ കാര്യങ്ങൾ വളരെ കുറവാണ്. എന്നാലും മാനുവലി എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് ഇപ്പം കേരള ഗവൺമെന്റ് സോ ഗുഡ് അറ്റ് ദിസ്. കാരണം ഞാനിത് കടന്നു പോയതുകൊണ്ട് എനിക്കറിയാം. പിന്നെ ഏറ്റവും ചാലഞ്ചിങ് വന്നൊരു പോയിന്റ് ഇപ്പം റോഹൻ ചോദിച്ചു എവിടെയാണെന്ന്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഞങ്ങൾക്ക് ഒരു ഇത് വന്നത്, ഞങ്ങളുടെ സോണിങ് എന്ന് പറയും, ഇൻഡസ്ട്രിയൽ സോൺ, കൊമേഴ്ഷ്യൽ സോൺ, റെസിഡൻഷ്യൽ സോൺ, ഇങ്ങനെയുള്ള കുറേ സോണിങ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു മാറ്റങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു സമയമാണ് വളരെ ചാലഞ്ചിങ് ആയിട്ട് വന്നത്. അല്ലെങ്കിൽ ബിസിനസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾക്ക് മനസ്സ് മടുക്കാനുണ്ടാവുന്ന റീസൺ അവൻ പ്രതീക്ഷിക്കാത്ത ഒരു ടൈം ഗ്യാപ്പ് ഇതിനെടുക്കും. ചെരുപ്പ് തേയുന്നത് സാധാരണ പറയുന്ന പോലെ നാട്ടത്തിച്ച് നമ്മളെ വെയിൽ കൊള്ളും, നമ്മൾ പോകുന്ന സമയം ആള് കാണില്ല, അവർ ലീവായിരിക്കും, യു ഹാവ് ടു ഗോ. പക്ഷെ നമ്മളിത് നേടിയെടുത്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിൽ വേറെ ഓപ്ഷൻ പ്ലാൻ ബി ഇല്ല എനിക്ക്. ഇത്രയൊക്കെ ആവർത്തിക്കപ്പെടേണ്ടി വരുമ്പോഴേക്കും അതിന് പിൻവാങ്ങുന്നില്ല, വേറെ ആളെ വിടാൻ? ഞാനും വിഷ്ണുവും കൂടെ ചേർന്നിട്ടാണ് ഒരു ബിൽഡിങ്ങിന്റെ സ്പേസ് ഫോർ റെന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഒട്ടിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട്. എനിക്കിപ്പോഴും ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വൈകുന്നേരം ആരും അറിയാതെ പോയി ഒരു പോസ്റ്റർ, ഭയങ്കര വലിയൊരു പോസ്റ്റർ ഒട്ടിക്കുക. അപ്പം ഞാൻ വിഷ്ണുവിനോട് ചേട്ടാ ഒരു 1000 rupees കൊടുത്ത ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് വന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം വിഷ്ണു പറയാം അതിലൊരു ത്രില്ലില്ല, ഇത് നമ്മൾ എന്നെ ഒട്ടിക്കും. അത് കാര്യം മുതലാളി തൊഴിലാളി എല്ലാം ഞങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു ഗുണമുണ്ട് റോഹൻ, ഇതിലൊരു 100 രൂപ പോലും ഞങ്ങൾ അറിയാതെ മാറിയിട്ടില്ല. എല്ലാ ദിവസവും ലക്ഷങ്ങൾ മാറുന്ന ബിസിനസ്സാണ്. കാരണം കൺസ്ട്രക്ഷൻ ആണ്. കൃത്യമായി അളന്നില്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് ചോരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. കോടികൾ ഇറക്കി കളിക്കുന്നതാണെങ്കിൽ പോലും ഒരു 100 രൂപ വേണമെങ്കിലും 1000 രൂപ വേണമെങ്കിലും നമ്മൾ അനാവശ്യമായിട്ട് അനസറി ആയിട്ട് അതിനെ അല്ലെ പേ ചെയ്യേണ്ട വരെ ആവശ്യമില്ല. കൂടി വരും. ആ 100 രൂപ കൂടി അവസാനം ഇറ്റ് മൈ ടേൺ ടു ലാക്സ് ഓർ ക്രോഴ്സ്. നമുക്കറിയത്തില്ല കയ്യിൽ നിന്ന് എവിടെ നിന്നാണ് നഷ്ടം വരെ ചോരുന്നത് നമ്മൾ അറിയില്ല. എല്ലാം ചോർന്ന് ഒലിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കണക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നത്. സോ എവിടെയൊക്കെ നമുക്കത് പിടിക്കാൻ പറ്റും. നമ്മൾ തന്നെ വിഷ്ണു കട്ട ഇറക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ എല്ലാ അതിഥി തൊഴിലാളിയുടെ നിന്ന് വിഷ്ണു കൂടെ പെട്ടെന്ന് സ്പീഡാക്കാം. ഒന്നും കൊടുത്തിട്ടില്ല. സോ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള. പലരും പറയുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നത്? ഒരുപാട് പാർട്ട്നേഴ്സിനെ നിങ്ങൾക്ക് കിട്ടുമെങ്കിലും ബിസിനസ്സിലേക്കുള്ള ഏറ്റവും നല്ല പാർട്ട്ണർ ഞാൻ വിശ്വസിക്കുന്നു ഇസ് അവർ ലൈഫ് പാർട്ട്ണർ തന്നെയാണ്. ആളും കൂടെ നമുക്ക് പാർട്ട്ണറായിട്ട് ഈ ബിസിനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കടന്നു പോകുന്ന സ്ട്രെസ് എന്താണെന്നുള്ളതൊക്കെ വിഷ്ണുവിനറിയാം. വിഷ്ണു അന്ന് സൈറ്റിൽ എന്തോരം തലവേനയിലൂടെ കടന്നു പോകുന്നതെന്ന് എനിക്കും അറിയാം. അന്ന് നൈറ്റ് വന്ന് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഞങ്ങൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറേ ഇല്ല. പക്ഷേ ഇങ്ങനെ ഭയങ്കര നമുക്ക് സ്ട്രെസ് റിലീഫ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അത്രത്തോളം മനസ്സിലാക്കി അല്ലെ, വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കേണ്ടതില്ല. നമ്മൾ എന്താണെന്നുള്ളത് അതേപോലെ തന്നെ നമ്മളൊരു SD കാർഡ് കോപ്പി ചെയ്തിട്ട് അവിടെ കുത്തിയ പോലെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ വിഷ്ണു അറിയാം. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ എപ്പോഴും വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ സാന്നിധ്യത്തിന് പോലും പലപ്പോഴും വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ആൾക്ക് വേറെ വർക്കില്ല, ആളുടെ കാര്യം നോക്കിയപ്പോൾ കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷ്ണു കേൾക്കുന്ന ചോദ്യങ്ങളൊന്ന്, ഇവളെ നിലയ്ക്ക് നിർത്താൻ ഇവനെ കൊണ്ട് പറ്റുന്നില്ലേ, ഇവന് വേറെ പണി. എൻ്റെയും വിഷ്ണുവിൻ്റെയും പണി എന്ന് പറയുന്ന മൊത്തം ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ്സസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഹീസ് ടോട്ടലി ഇൻ ടു കാർ ബിസിനസ്സാണ്. ഇപ്പം എൻ്റെ കൺസ്ട്രക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും സൈറ്റ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും നോക്കുന്ന മണി ഡീലിങ്സ് എല്ലാം വിഷ്ണുവാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പേപ്പർ വർക്കിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ആ ഡിവൈഡ് ആൻഡ് വർക്ക് എന്നുള്ളൊരു സ്ട്രാറ്റജിയിലാണ് ഞങ്ങൾ രണ്ടുപേരും. വേറെ പാർട്ട്നേഴ്സ് ഇല്ല ഞങ്ങൾക്ക് റോഹൻ. ഞങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ ഞങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ ഞങ്ങൾ ഒരു പാർട്ട്ണറും ഇല്ല. ഞങ്ങൾ അഭിമാനത്തോടെ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ബോസ് വിഷ്ണുവാണ്, വിഷ്ണുവിൻ്റെ ബോസ്
ബോസ് ഞാനാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിൽ, ഞങ്ങളൊരു KD കമ്പനിയാണ്. ഞങ്ങൾ കണ്ണ മുതലാളി ദാസ മുതലാളിയാണ്. ഞങ്ങൾക്ക് വേറെ പാർട്ട്നേഴ്സ് വീട്ടിലോട്ട് എല്ലാം കറക്റ്റ് ആണ്. കാരണം ഒരു പാർട്ട്നേഴ്സ് പോലും ഇല്ല. നോർമലി നമ്മൾ പാർട്ട്നേഴ്സ് സൈലന്റ് പാർട്ട്നേഴ്സ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ സൈലന്റ് പാർട്ട്ണർ. ഹി ഈസ് വെരി സൈലന്റ്. ഐ ആം ദ വയലന്റ് പാർട്ട്ണർ. വേദനിക്കുന്ന കോടീശ്വരൻ അവിടെ ഇരിക്കുന്നുണ്ട് സൈലന്റ് ആയിട്ട്. പലരും ഇപ്പോൾ മുഖ്യധാര നിൽക്കുന്ന സമയത്ത് കൂടുതലും വരിക ട്രാക്ക് മാറുമ്പോൾ ബിസിനസ് വേണം, അതിൻ്റെ ഒപ്പം പോകണം എന്നല്ല എല്ലാവർക്കും വെറുതെ ആണെങ്കിൽ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ പറയും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ക്ലോത്ത്, ഇല്ലെങ്കിൽ കോസ്മെറ്റിക്സ്, കഫേ, ഇങ്ങനെ സ്ഥിരം കേൾക്കുന്ന കുറേ പേരുകളുണ്ട്. ഇതൊന്നും അല്ലാത്ത വൻ കളികളാണ് മീര കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതിലോട്ട് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യതകൾ നല്ലപോലെ അറിയാന്നുള്ളതാണോ, എന്താ കുറേ കൂടി ഓപ്പർച്യൂണിറ്റീസ് ആണ് രോഹൻ? കാരണം ഏറ്റവും ബേസ് തിങ് നമ്മൾ ജനിച്ച മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് മണ്ണ് ചതിക്കില്ല എന്നുള്ളത്. ആ മണ്ണിൽ തന്നെയാണ് ഞാൻ തുടങ്ങിയതും. ബിക്കോസ് ആദ്യം തന്നെ ലാൻഡ് നമ്മൾ അക്വയർ ചെയ്ത് തുടങ്ങുമ്പം സാധ്യതയുള്ള ലാൻഡ് ഭൂമികൾ ഏതാണ്? ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ അദാനി ഇപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട്, വിഴിഞ്ഞം പ്രോജക്റ്റ്, ഇതിൻ്റെയൊക്കെ സ്ട്രെച്ച് എവിടെയാണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത 10 വർഷത്തിൽ എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഏരിയാസ്, എവിടെയാണ് ഇതിൻ്റെ എൻക്രോച്ച്മെൻറ്റ് ഏരിയാസ് എന്ന് പറയും, ഇത് എവിടെയൊക്കെയാണ്, ഇവിടെ എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്? ഒരു ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇവിടത്തേക്ക് വരാൻ സാധ്യതയുള്ള ബിസിനസ് എന്താണ്? ഹോസ്പിറ്റൽ ഗ്രൂപ്പ്സ് ആണോ, ഹോട്ടൽസ് ആണോ, ഓർ Airbnbs ആണോ, എന്തിനാണ്, മാർക്കറ്റ് അവിടെ എങ്ങനെയാണ്, ഇത് നോക്കുക. ഇതിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട്. കാരണം ഇന്ന് കേരളം വളരെ ഹാപ്പനിങ് ആണ്. ക്രോസ് ഓഫ് ബിസിനസ്സാണ് പെർ ഡേ നിരക്കിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കുട്ടികൾ ഓടി പല നാട്ടിലും പോകുമ്പോഴത്തേക്കും ഞാൻ പലരോടും പറയാറുണ്ട്, ഇവിടെ സാധ്യതകളുണ്ട്. അത് നമ്മൾ കണ്ടെത്താനുള്ളൊരു മനസ്സും ആർജവും നമ്മൾ കാണിച്ചാൽ മതി. ഓപ്പർച്യൂണിറ്റീസ് ആർ സോ ബിഗ് ഹിയർ. പിന്നെ പലരും പറയും അവിടെയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ എളുപ്പമാണ്, ഇവിടെ 1 വർഷം എടുക്കുന്ന അവിടെ 1 മാസത്തിൽ തുടങ്ങും. നിങ്ങളിവിടെ 1 വർഷം എടുത്ത് തുടങ്ങിക്കോളൂ. നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിൽ നമ്മൾ രാജാവായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു സുഖം നമ്മൾ അറിയണം. എന്ത് പറഞ്ഞാലും നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ അവിടെ അതിഥി തൊഴിലാളികളെ പോലെയാണ്. ഇവിടെ നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങി. എല്ലാവരും എന്നോട് പറഞ്ഞു ലൈക്ക് ക്ലോത്തിങ് ഒക്കെ ആണെങ്കിൽ എളുപ്പമല്ലേ, നമുക്കൊരു ഫേസ് ഐഡന്റിറ്റി ഉണ്ടല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ മണ്ണ് ചതിക്കില്ല. അപ്പൊ അത് വെച്ചിട്ട് ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാനും വിഷ്ണുവും കൂടെ പറയും, ഞങ്ങൾ 10 മൂട് തെങ്ങെങ്കിലും നടും, ഒന്നുമില്ല. കാരണം ഇപ്പൊ തേങ്ങയുടെ വില എന്നൊക്കെ പറയുന്ന അമ്മാതിരിയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് ഇതിൽ ഭയമേ ഇല്ലാത്തവരാ. ഞങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് 2 പേർക്കും വില്ലിംഗ് ആണ്. കാരണം ഞങ്ങൾ മിഡിൽ ക്ലാസ് അപ്ബ്രിങ്ങിങ് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ 2 പേരും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? വി ആർ നോട്ട് സ്കേർഡ്. ഇപ്പൊ നമ്മളല്ല, ഒത്തിരി നഷ്ടപ്പെടാനുള്ളവർക്കേ ഉണ്ടായിരുന്നുള്ളൂ ടെൻഷൻ. ഞങ്ങൾക്കിത് പയറ്റി നോക്കാം. നമ്മൾ അമേരിക്കയിലും ദുബായിലും ഒക്കെ കണ്ടതുപോലെ ഒരു എന്താ പറയുക, ലീസിങ് കോൺട്രാക്ടിങ്ങിന്റെ വലിയ സ്കെയിലിൽ നമുക്കിവിടെ ചെയ്ത് നോക്കാമെന്ന് ഐഡിയ അങ്ങനെ വരുന്നതാണ് എന്നുള്ളത്. ശരിക്കും അതൊരു പേടിയില്ലാതെ മുന്നോട്ട് പോകുന്നുള്ളത് തന്നെയാണ് അല്ലേ? ശരിക്കും ഒരു 18 വർഷത്തിനിടയ്ക്ക് ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 18 വർഷം അല്ലെങ്കിൽ ഏകദേശം ഒരു 14 വർഷത്തോളം കോമഡി സ്റ്റാർസിലൊക്കെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പോലും മീരയെ കണ്ടു തുടങ്ങിയത് ഒരു പക്ഷേ എനിക്ക് ഓർമ്മ ഏട്ടന് പൊരിക്കോട് എനിക്ക് ആദ്യമേ ഐ മീൻ നമ്മൾ മുമ്പ് മൈൽ സ്റ്റോണിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് കണക്ട് ചെയ്ത ഒരു സംഭവം അതായിരുന്നു ആദ്യം. എന്തേട്ടാ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം റോഹൻ ഒരു 7 വയസ്സായിട്ടുള്ള ഒരാള് വന്നിട്ട്, ഒരു പയ്യൻ വന്നിട്ട്, പൊരിക്കോട് ചേട്ടന് പൊരിക്കോട്, എന്തരെണ്ണ എന്റെ പിറകെ ഇങ്ങനെ വരണേ, ശാലിലതയൊക്കെ പറഞ്ഞ ഏട്ടൻ എന്റെ പിറകെ ഉണ്ടെന്ന്, എന്തരേട്ടാ ഇങ്ങനെ. ഈ ഡയലോഗ് 7 വയസ്സിൽ ഇവൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെടാ, ഇത് ഇറക്കിയ സമയം നീ ജനിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ എന്റെ അച്ഛൻ എനിക്ക് കാണിച്ചു തന്നതാണ്. ആന്റി ഈ ഷോർട്ട് ഫിലിമിൽ ഷെയിലുള്ളതാണ്. പക്ഷേ എനിക്കത് പലർക്കും അറിയാം. ഇപ്പൊ മീരയാണെന്ന് ഞാൻ ഇത് മുമ്പ് പറഞ്ഞപ്പോഴാണ് അല്ലല്ലോ, അത് മീരല്ലോ എന്നുള്ള സംഭവമാണ് എനിക്ക് കോളേജ് ടൈമിൽ ചെയ്തതാണ്. ആദ്യത്തെ മലയാളത്തിൽ എണ്ണപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു റോഹൻ. അത് എനിക്ക് തോന്നുന്നു അന്ന് അത്രത്തോളം റീച്ച് വൈറലായിട്ടുള്ള ഷോർട്ട് ഫിലിം ഇല്ല, വളരെ അപൂർവം. We devise the word share. ഇപ്പം പിള്ളേരൊക്കെ അത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര, കാരണം ഞങ്ങൾ ആ വേർഡ് കൊണ്ടുവരാണ്. കാരണം ലൈഫിന്റെ പല ഘട്ടങ്ങളിൽ ഷേ എങ്ങനെ യൂസ് ചെയ്യാം, ഷേ അള്ളിയ, ഷേ, ഈ ഷേന്റെ പല ടെർമിനോളജി എങ്ങനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളതായിരുന്നു അതിൻ്റെത്. മോഹം അഭിനയമോഹത്തിലായിരുന്നു തുടക്കം. അല്ലപ്പാ, അന്ന് കൊടുക്കാൻ കാശില്ല കയ്യില്. ഒരു പെൺകുട്ടി 500 രൂപ ചോദിച്ചു ഞങ്ങളോട് അത് അഭിനയിക്കണമെങ്കിൽ. അന്ന് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ട് ഞങ്ങളുടെ ആരുടെയും കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അഭിനയിച്ചതാണത്. അല്ലാതെ നോ വേ. ഒരു നല്ലൊരു കുട്ടീനെ കണ്ടുവച്ച, നല്ല സുന്ദരി ഒരു കുട്ടി കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു കുട്ടി. ഞങ്ങളുടെ കോളേജിൽ തന്നെ ഒരു കോളേജ് ബ്യൂട്ടി. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഒരു ദിവസം വന്ന് വർക്ക് ചെയ്യുന്നതിന് 500 മണീസ് വേണം എന്ന്. ദിസ് ഇസ് ഹാപ്പനിങ് ലൈക്ക് 16 years ബാക്ക്. അതാ ചോദ്യത്തിലോട്ട് വരട്ടെ, ഇന്ന് ഷോർട്ട് മൂവീസ് ചെയ്യണ സമയത്ത് പേയ്മെന്റ് ഇല്ല. 18 വർഷം മുമ്പ് ചോദിച്ചു വാങ്ങിയെങ്കിലും ഞാൻ സമ്മതിക്കണം. അല്ല റോഹൻ, എന്താന്ന് പറഞ്ഞാൽ അന്ന് ഷോർട്ട് ഫിലിം ഒന്നും കേട്ടിട്ടില്ല പലരും. അപ്പൊ ഇതെന്താ ജോലി എന്നൊന്നും അറിയില്ല. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമാണ്,
ഓക്കെ 500 രൂപ തരണം, ലൈക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ. ആ 500 രൂപ ഞങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു 50,000 രൂപയുടെ വാല്യൂ ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഒന്നാമത് തന്നെ കമ്മലിമാലയൊക്കെ പണയം വെച്ച ഷോർട്ട് ഫിലിം എടുക്കുന്നേ. അപ്പോൾ അവസാനം ഞാൻ ഒന്നും നോക്കിയില്ല, ഉള്ള ഭംഗിയൊക്കെ മതി, നീ കയറി അഭിനയിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി അഭിനയിക്കായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു അവസരം തരുമോ ചോദിക്കുന്നിടത്താ. പക്ഷെ അന്ന് വിളിച്ചതിന് ഓൾറെഡി പേയ്മെന്റ് ചോദിച്ചു വാങ്ങി. പക്ഷെ അത് ചോദിച്ചു നന്നായി. അതുകൊണ്ട് മീരാനിലിനെ അല്ലെ അവതാരകയായിട്ട് മാത്രമല്ല അഭിനയത്തിനായിട്ട്. ഈ ഇടയ്ക്ക് ധ്യാൻ ശ്രീനിവാസൻ എന്നെ അത് പറഞ്ഞ് കളിയാക്കരുത്. ധ്യാൻ എന്നോട് പറയാം, അതോടുകൂടി നീ അഭിനയം നിർത്തിയോണ്ട് മലയാള സിനിമയും മലയാള അഭിനയ ലോകവും രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അവിടെയും കൂടെ നിന്നെ സഹിക്കാൻ പറ്റാണ്ട് പലരും ആത്മഹത്യ. പക്ഷെ അത് രസമായിരുന്നു, ആ ക്യാരക്ടർ അതിലേക്ക് ആപ്റ്റ് ആയിരുന്നു. അതാണ് അതിന്റെ ഒരു ഷോർട്ട് മൂവിയുടെ അല്ലേ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ട്വിസ്റ്റ് അവിടെയാണ്. റോഹൻ ചോദിച്ചില്ല ഇപ്പൊ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് കമ്മിങ് ടു ദ പോയിന്റ്. ഈ നമ്മുടെ തന്നെ ബിൽഡിങ്സിൽ എനിക്ക് ബിസിനസ് ചെയ്യാം, നമുക്ക് തന്നെ ഹോട്ടൽ റൺ ചെയ്യാം, പക്ഷെ ഐ ബിലീവ് ഇൻ നമുക്ക് ജീവിക്കുകയും വേണം റോഹൻ. നമ്മൾ ഈ കുറേ പൈസ ഉണ്ടാക്കി സമയമില്ലാതെ നമ്മൾ എല്ലാ ദിവസവും കോടികൾ ഉണ്ടാക്കുന്നതിൻ്റെ പിറകെയാണെങ്കിൽ നമുക്ക് ജീവിക്കാനും എൻജോയ് ചെയ്യാനായിട്ടൊരു ടൈം. പക്ഷെ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് സംശയം, കാരണം ദിവസം ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ മീരനെ കാണാൻ പറ്റും. ഒന്നില്ലെങ്കിൽ കോപ്പറേറ്റീവ് ഇവന്റ് ആയിരിക്കാം, പ്രീ ഇവന്റ് മൂവി ഷോസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഈവന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും എപ്പോഴും കൊച്ചിയിലല്ല, പല സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പൊ ഇതിൽ തന്നെ 24 മണിക്കൂർ പോരാതെ വരുമ്പോഴാണ് ഈ ബിസിനസ്സിലോട്ട് നേരിട്ട് പോകാനും വില്ലേജ് ഓഫീസിൽ പേപ്പർ കൊണ്ടുപോകാനും സമയം കണ്ടെത്തുന്നത്. എന്നിട്ട് അതേ ആള് പറയണു, പൈസ ഉണ്ടാക്കിയാൽ പോരടാ, സ്വസ്ഥമായി ജീവിക്കുന്നത്. എവിടെയാണെങ്കിലും സ്വസ്ഥമായി ജീവിക്കുന്നത് പറഞ്ഞേ. സ്വസ്ഥമായിട്ട് എൻ്റെ ലക്ഷറി, ഏറ്റവും വലിയ ലക്ഷറി, എനിക്ക് ഇഷ്ടമുള്ള കഫേ ജോയിൻസ് ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. ട്രിവാൻഡ്രത്തുണ്ട്, തിരുവല്ല ഹസ്ബൻഡിൻ്റെ സ്ഥലത്തുണ്ട്, കൊച്ചിയിലുണ്ട്. എനിക്ക് എല്ലാ ദിവസവും 1 മണിക്കൂർ ഞാൻ ആഗ്രഹിക്കുന്ന കടുപ്പത്തിൽ എനിക്കൊരു കോഫി കുടിച്ച് അവിടെ ഇരിക്കണം. എനിക്ക് അതിന് പറ്റുന്ന കാലം വരെ ഐ ബിലീവ് ഇൻ എനിക്ക് ലെഷർ കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ബിൽഡിങ്സ് കഴിയുമ്പോഴും റോഹൻ, ഞങ്ങളെല്ലാ ഒരു 1 month in a year നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ടൂറിങ് ഞങ്ങൾ എടുക്കും. സോ അങ്ങനെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിന് സമയം കിട്ടുന്നുണ്ട് റോഹൻ, കാരണം ഇപ്പോൾ ആങ്കറിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പാഷനാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഇത്രയും വർഷം ചെയ്തതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായി കൊണ്ടുവരാം, അടുത്ത സ്റ്റേജിൽ എന്ത് ഡ്രസ്സ് ചെയ്യാം, അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഇപ്പം ജോലിനേക്കാൾ ഉപരി ദാറ്റ് ബിക്കെയിം എ പാർട്ട് ഓഫ് ദ ലൈഫ് ആക്ച്വലി. അതുകൊണ്ട് ജോലി ചെയ്യുന്നതായിട്ട് ആങ്കറിങ് ചെയ്യുമ്പോൾ ഇപ്പം തോന്നാറേ ഇല്ല റോഹൻ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നല്ലോ, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സംഭവമല്ലേ. നമുക്ക് അതിൽ കുറെ കൂടി റിസർച്ച് ചെയ്യാനും എന്ത് പുതുമ കൊണ്ടുവരാം, ആവർത്തന രസതല്ലാതെ കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ ഇഷ്ടത്തോടെ അങ്ങനെ നമുക്ക് ജോലിയായിട്ട് തോന്നുന്നില്ല. നമ്മൾ പറയില്ല, അത്രയും നമ്മൾ സ്നേഹിച്ച് ചെയ്യുമ്പോൾ ഒന്നും നോക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ജോലിയായിട്ടേ തോന്നിയിട്ടില്ല. ഇതിലൊരു സമയത്തിൽ നമ്മൾ ഒരാളെ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഭയങ്കര വസ്തുതയാണ്. ആണ്. റോഹന് വേണമെങ്കിൽ ഈവന്റ് എടുത്താൽ മതി. റോഹൻ ഇപ്പം നാളെ പോണ്ട, വേണ്ട, ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ ലീവ് ദ ഇവന്റ്, അത്രയേ ഉള്ളൂ. ഇതിൽ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഒബ്വിയസ്ലി മണി എന്നുള്ളൊരു സംഭവം മാറ്റർ ഉണ്ടെങ്കിൽ പോലും ഇത് ഭയങ്കര ഒരു അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാണ് പറയുന്നത് റോഹൻ. ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ തന്നെ ഫ്രീഡം എന്നുള്ളൊരു വാക്കുണ്ട്. ആ സ്വാതന്ത്ര്യമാണ്, ഫിനാൻസ് ആണ് നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം തരുന്നത്. എനിക്കും വിഷ്ണുവിന് 9 to 5 ജോബ് ഞങ്ങളെ കൊണ്ട് പറ്റത്തേ ഇല്ല റോഹൻ. എല്ലാ ദിവസവും പറ്റത്തില്ലല്ലോ. ഞാൻ മെന്റലാവും. ഞാൻ എപ്പോഴും പറയും ആ 9 to 5 ജോബ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ലൂപ്പ്. ഇതൊരു ലൂപ്പിൽ ഇങ്ങനെ വീണ്ടും ഇപ്പം എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു, അച്ഛനും ഒരു 9 to 6 ജോബാണ്. അപ്പം ഞാൻ കാണുന്ന ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് ദിവസത്തിന്റെ 1-2 മണിക്കൂറോളം ഉണർന്നിരുന്ന് സംസാരിക്കുന്നത്. പിന്നെ ഉറങ്ങി രാവിലെ എണീക്കുന്നു, സ്കൂളിൽ കൊണ്ട് വിടുന്നു, ഇവരെല്ലാവരും ജോലിക്ക് പോകുന്നു. ആദ്യമേ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചത് വി ഡോണ്ട് വോണ്ട് ദാറ്റ് 9 to 5 തിങ് വേണ്ട, ഞങ്ങൾ ആ ലൂപ്പ് കട്ട് ചെയ്യണം. ഈ ലൂപ്പ് കട്ട് ചെയ്ത് പുറത്തിറങ്ങിയാൽ ആ ഫ്രീഡം നമുക്ക് കിട്ടുള്ളൂ. ആ ഫ്രീഡത്തിന് വി നീഡ് ഫിനാൻസ്. ആ ഫൈനാൻഷ്യൽ ഫ്രീഡം ഏർജ് ചെയ്യാൻ പൈസ തന്നെ വേണം. നമ്മൾ ഇന്ന് ചെന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നു, നമ്മൾ ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കറങ്ങാൻ പോകുന്നു, ഇതിനെല്ലാം യു നീഡ് ദ പൈസ. എനിക്ക് തോന്നുന്നത് കുറേയും കൂടിയും ഇത് ലൈഫ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ പ്രൊഫഷണൽ ലൈഫിനൊപ്പം തന്നെ പേഴ്സണൽ ലൈഫ് അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനൊരു സ്വകാര്യത ഉണ്ടെങ്കിൽ പോലും അത് മിസ് ചെയ്യാത്തൊരു. പക്ഷേ വിഷ്ണു എപ്പോഴും ഒപ്പുള്ള പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തായിരിക്കും, ചിലപ്പോൾ ലീവ് എടുത്ത് വരണം, ഒരു പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ദിവസം. ഇത് വേണ്ട, നമുക്കുള്ള ടൈം അല്ലേ. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ ജീവിതത്തിന്റെ ഇന്റർവെൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സെക്കൻഡ് ഹാഫ് ഞങ്ങൾ കാലെടുത്ത് വെച്ചു. സെക്കൻഡ് ഹാഫ് മൊത്തം ഞങ്ങൾക്ക് ഒരുമിച്ച് പൊളിക്കാനായിരുന്നു ഞാൻ ആദ്യമേ പ്ലാനിങ്. അല്ലാതെ ഇനി അടുത്ത ഫസ്റ്റ് ഹാഫിലേ ഞാൻ ആളെ കണ്ടിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് കുറേ ഡിഫിക്കൽട്ട് ആയിട്ട് ടൗൺഷിപ്പ് പോലുള്ള പരിപാടികളൊക്കെ വരുന്നത്. പക്ഷെ അതൊരു രസമാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഇതെല്ലാം ട്രാക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഏറ്റവും വലിയ അഡ്വൈസ് ടു എനിവൺ ഹു ഈസ് സ്റ്റാർട്ടിങ് ബിസിനസ്, നിങ്ങൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങളെ പാർട്ട്ണറെ കൂടി ഓപ്പറേഷനലി അവർ എത്രത്തോളം ക്യാപ്പബിൾ ആണെന്ന്
എന്നൊന്നുമില്ല. കുറേ കഴിയുമ്പോൾ അവരായിക്കോളും തനിയെ. വിഷ്ണുവിന് ഷൂട്ടിനെ പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല റോഹൻ. എന്നെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ബിഫോർ കല്യാണ ആലോചന എന്നെ കണ്ടിട്ടേ ഇല്ല. കാരണം അത് ആളുടെ കുറ്റമല്ല, എത്രയോ അങ്ങനത്തെ പേരുണ്ട്. പക്ഷേ വൺസ് ഹി സ്റ്റാർട്ടഡ് കമ്മിങ് ഓവർ വിത്ത് മീ, ഇപ്പൊ എന്നോട് പറയും നീ ആ ചോദ്യം ചോദിച്ചാൽ വളരെ മോശമായി കേട്ടോ, നീ ആ ചോദ്യം ചോദിക്കാനേ പാടില്ലായിരുന്നു. എന്നോട് പറഞ്ഞു കൂവൽ അധികം വേണ്ടെന്ന് പറഞ്ഞു. ചില ഇവന്റിന് ഞാൻ കൂവുമ്പോൾ എന്നോട് പറയാം കൂവലോ, എനിക്ക് ഒന്നാമത് കൂവൽ റാണി എന്നൊക്കെ ചീത്തപ്പേരുണ്ട്, കൂവും ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് അത് എനർജി നമ്മൾ വൈബപ്പ് ചെയ്യാൻ കൂവുന്നതാണ്. എന്നോട് പറയും കൂവൽ കുറയ്ക്കാട്ടോ. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് എനിക്ക് എന്നെ ഇപ്പൊ താളം തെറ്റിപ്പോവും. കാരണം പോയി എന്റെ വർക്ക് ലൈഫ് ബാലൻസിൽ ഇത് പോയി. പറയുന്നത് അതാണ്, ബിസിനസ്സിലായിക്കോട്ടെ നിങ്ങളുടെ ഇതിൽ ആളെ കൂടി നമ്മളങ്ങ് കൂട്ടിയാൽ നമുക്ക് വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് വേണ്ട, എല്ലാ അയാളുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ബിസിനസിന്റെ തലവേദനകൾ മൊത്തം അയാളുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു വണ്ടി ഭ്രാന്തനെ പിടിച്ചിട്ട് ബിസിനസ് ഭ്രാന്തനാക്കി മാറ്റിയത്? ആക്ച്വലി ഈസ് എ ടു മച്ച് ബിസിനസ് ഭ്രാന്തനാണ് എല്ലാത്തിലും. ഇപ്പൊ ഞാൻ പറയില്ലേ, എന്തിനാണ് നമ്മൾ ഏത്തപ്പഴമായിട്ട് കൊടുക്കുന്നത്, ചിപ്സ് ആക്കി കൊടുത്താൽ പാക്കറ്റിന് പെർ 50 രൂപ എക്സ്ട്രാ കിട്ടുമെന്ന് ചിന്തിക്കുന്ന ബിസിനസ് ഐഡിയോളജി ഉള്ള ടീമാണ് അതൊക്കെ. കാറിന്റെ ബിസിനസ് ആണ്, റെന്റൽ ബിസിനസ് തുടങ്ങി ഡീറ്റെയിലിംഗ് ഷോപ്സും ഒക്കെ ആയിട്ട് എല്ലാത്തിലും ബിസിനസിന്റെ സാധ്യതകൾ അളക്കുന്ന ഒരാളായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആൾക്ക് ഇതും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും വെൽ ഓൺ മോഡ് ആയിരുന്നു. നിങ്ങൾ മാരീഡ് ലൈഫിൽ ഉദ്ദേശിക്കുന്ന ലൈഫ് പാർട്ട്നേഴ്സ് ആണോ അതോ ബിസിനസ് പാർട്ട്നേഴ്സ് സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടും ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടി ചെയ്തിട്ടില്ലേ? കൃത്യമായ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു അതില്. മീഡിയ എന്നാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും 2 ഷൂട്ടിന് പോയി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും കാണാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഇതിപ്പോ ഒരു പ്രശ്നമില്ല. സൈറ്റിൽ വിഷ്ണു നിൽക്കുന്നു, ഞാൻ വില്ലേജ് ഓഫീസിൽ നിൽക്കുന്നു, വില്ലേജ് ഓഫീസിൽ വിഷ്ണു, ഞാൻ സൈറ്റിൽ നിൽക്കും. ദീർഘവീക്ഷണം വെൽ പ്ലാൻഡ് ഒരു മഴ മുമ്പേ അല്ലേ മുന്നേ ഇറങ്ങിയതാ. ഞാൻ അതുകൊണ്ട് ആദ്യമേ വിഷ്ണുവിന്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഞാൻ നോക്കിയായിരുന്നു, ഈസ് എ ബിസിനസ് മാൻ. എനിക്കപ്പോൾ അത് തന്നെയായിരുന്നു വേണ്ടത്. പ്രോപ്പർ ഒരു MBA ഒക്കെ കഴിഞ്ഞ് ബിസിനസിന്റെ എല്ലാ സ്ട്രാറ്റജീസും വർക്ക് ചെയ്ത് എല്ലാ സ്കോപ്പും അറിയുന്ന ഒരാള്. ഞാൻ പെണ്ണുകാളിൽ വന്ന് ഒഫീഷ്യൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് വിഷ്ണുവോട് ചോദിച്ചെന്നുള്ളത്, അത് പൊന്നുപോലെ നോക്കോ എൻ്റെ മക്കളെ നോക്കോ എന്നുള്ള ചോദ്യം ഒന്നായില്ല. നന്നായിട്ട് പണിയെടുക്കാൻ പറ്റുമോ, ബിസിനസ് ചെയ്യാൻ പറ്റുമോ, റിസ്ക് എടുക്കാൻ തയ്യാറാണോ? അതായത് നിങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ ഡേഞ്ചറിനെയാണ് തലയിലെടുത്ത് വെക്കാൻ പോകുന്നത്. ഞാനെന്ന ഡേഞ്ചർ. പുണ്യാളനിലെ ജയസൂര്യ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അംബാനിയുടെ പോലെ, അംബാനിയുടെ അല്ലെങ്കിൽ ഭ്രാന്തന്റെ ഭർത്താവ്. ഞാൻ വിഷ്ണു എന്തിനും തയ്യാറായിട്ട്. കാരണം കല്യാണത്തിന് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അടിയിൽ വന്ന ചോദ്യങ്ങൾ അതാണ്. ഇവന് വേറെ ആരെയും കിട്ടിയില്ലേ, ആ ചെറുക്കൻ അത്യാപത്തിലേക്കാണ് പോകുന്നത്, അവനോട് ആരെങ്കിലും പറയൂ കല്യാണം. പക്ഷെ ഇപ്പൊ റോഹൻ 5 വർഷമായി ഞങ്ങൾ പരസ്പരം പ്രശംസ കാർഡ്സ് ഒന്നും ഇടാറില്ല ഇൻസ്റ്റയില്. വിഷ്ണുവിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരിക്കലും വിഷ്ണു മഹത്തരമാണ്, വിഷ്ണുവാണ് ഏറ്റവും ഞാൻ കണ്ടതിൽ ഏറ്റവും സോ കോൾ ദി ബെസ്റ്റ് ഗായ് ഇൻ ദ വേൾഡ്, ഇതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഒന്നുമില്ല. വിഷ്ണു എന്നെ എഴുതിയിട്ടില്ല. ഇവളെ പോലെ ഒരു നല്ലവളായ ഒരു സ്ത്രീ എൻ്റെ ഭാര്യയായി കിട്ടാൻ ഒന്നും. ഞങ്ങൾ രണ്ടുപേരും അത് പറയുന്ന ആൾക്കാരെ അല്ല. ഒന്നുമില്ല. ഞങ്ങളുടെ എല്ലായിടത്തും പോയിക്കോളും, ഞങ്ങൾ ഇടത്തേ ഇല്ല. ഞങ്ങൾക്ക് പറയാനുള്ള നേരിട്ട് കണ്ണിൽ നോക്കിയിരുന്ന് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റിലിരുന്ന് പറയാന്നുള്ളത് അത്രയേ ഉള്ളൂ. അല്ല, ഞങ്ങൾ റീൽസിനേക്കാളും ഞാൻ പറയും റിയൽ ആയിട്ട് ഞങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പലരും വിചാരിക്കാറുണ്ട്, ഒരു തവണ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ തിരക്കിൽ നിന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോസ്റ്റേ ഇട്ടിട്ടില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ജീവനോടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, മറ്റുള്ളവരെ കാണിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് പലപ്പോഴും ഇത് മാറുന്ന ഒരു ടെൻഡൻസി ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ റീലൊന്നും കാണാത്തപ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കൾ വിളിച്ച് ചോദിച്ചു, ഉണ്ടല്ലോ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഈ റീലിൽ കാണുന്ന ഭാര്യയും ഭർത്താക്കന്മാരും മാത്രമല്ല കേട്ടോ സുഖമായിട്ട് ജീവിക്കുന്ന, റീലിൽ ചെയ്യാത്തവരും സന്തോഷത്തോടെയൊക്കെ ജീവിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ 90s കിഡ്സ് ആയതുകൊണ്ട് പലപ്പോഴും ഫോണും റീലും ഒന്നും എടുക്കാനുള്ള ഇത് നമുക്ക് ഇപ്പോഴും ഫോൺ എൻ്റെ ദേഹത്തിൻ്റെ പാർട്ടായിട്ടേ ഇല്ല റോഹൻ. വലിയ പാടാണ് എനിക്ക്. അതുകൊണ്ടാണ് റീലൊന്നും ഞങ്ങളെ കൊണ്ട് കുറച്ച് നാൾ അപ്ഡേറ്റ്സ് ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്വേഷിക്കുക, ഇത് 2 വഴിക്കപ്പോ. പിന്നെ പേര് മാറിയോ നോക്കും, മീര വിഷ്ണു മീര അനിലായോ നോക്കും. മീര വിഷ്ണു മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുമിച്ചുള്ള ഫോട്ടോ ഡിലീറ്റ് ചെയ്തോ, ടാഗ് ഒക്കെ പോയാൽ കഴിഞ്ഞു, ഡിവോഴ്സ്. പിന്നെ നമ്മൾ ഡിവോഴ്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവര് മനസ്സുകൊണ്ട് നമ്മൾ ഡിവോഴ്സ് ആക്കിക്കോളും. എന്ത് അപ്ഡേറ്റ്സ് ഒന്നും വരാത്തതെന്ന് ചിന്തിച്ചു തുടങ്ങും. എവിടേക്കോ നമ്മളുടെ സുഖമായിട്ടുള്ള ജീവിതം, സ്വസ്ഥമായിട്ടുള്ള ജീവിതം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടികളാണെന്ന് തോന്നിപ്പോവാറുണ്ടോ ശരിക്കും? പലപ്പോഴും ഞാൻ പറയില്ല, ഇത് നമ്മുടെ
ഒരു സന്തോഷത്തിൻ്റെ എലമെൻറ്റ്സ് മറ്റുള്ളവരെ കൂടി കാണിക്കണം, അവരറിയണം വി ആർ ലൈക്ക് ലിവിങ് ഇൻ എ സോ കോൾ ഭയങ്കര ഹാപ്പിലി എവർ ആഫ്റ്റർ. ഇത് കാണിക്കാനായിട്ട് ഭയങ്കരമായിട്ട് എന്തോ ഒരു ത്വര കുറേ പേർക്കൊക്കെ ഉള്ളതുപോലെ തോന്നാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അത് ഇടുന്നോണ്ടൊന്നും തെറ്റല്ല കേട്ടോ. പിന്നെ പലരും അതും എഗെയിൻ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നവരുമുണ്ട്, പേഴ്സണൽ ലൈഫിലൂടെ ജനറേറ്റ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കെന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് എന്നെ ഇഷ്ടമാണ്, എനിക്ക് വിഷ്ണുവിനെ ഇഷ്ടമാണ്, വിഷ്ണു ചെയ്തൊരു കാര്യം നല്ലതാണെന്ന് എനിക്ക് തോന്നിയാൽ നമ്മളത് നേരിട്ട് കണ്ട് പറയുക എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം. അല്ലാതെ പോസ്റ്റ് ഇട്ട് ടാഗ് ചെയ്ത് ഹൈ വിഷ്ണു യു ഹാവ് ഡൺ ആൻ ഇൻക്രെഡിബിൾ ജോബ്, ഓസം മാൻ എന്നൊന്നും ഞങ്ങൾ ഇടാറേയില്ല. ഈ ജോലി ആയില്ലേ എന്നുണ്ടെങ്കിൽ ജോലി ആയെന്നുള്ള ചോദ്യവും, ജോലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം നോക്കുന്നില്ലതാവും, കല്യാണം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം കുട്ടികൾ. ഒരു കുട്ടി ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടി ആവുന്നില്ല, ഒന്നിലെങ്ങനെയാ നിർത്താൻ പറ്റും? ഈ കല്യാണം കഴിഞ്ഞുള്ള ചോദ്യങ്ങൾ അടുത്ത ഒരു കൊല്ലം കഴിഞ്ഞാൽ കേൾക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ അത് കുറവുണ്ട് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ കല്യാണം പോലും കഴിക്കാൻ ആഗ്രഹിക്കും. നീ കല്യാണം കഴിച്ചാണോ? ഇല്ല. കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? ആ ബെസ്റ്റ്. എന്നിട്ടാണ് എന്താ അടുത്ത കുട്ടികളാവുന്നവർക്ക്. ഇടയ്ക്ക് എപ്പോഴും കണ്ടുള്ള കോണ്ടന്റ് ആയിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് പാർട്ട്ണറോ അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയാലും എന്ത് കുഴപ്പം, ഇതൊരു പാർട്ട്ണർ ബെസ്റ്റ് ഫ്രണ്ട് വേറൊരാൾ എന്നിട്ട് കോണ്ടന്റ് ഈ അടുത്ത് ഭയങ്കരമായിട്ട് കണ്ടിരുന്നു അല്ലേ? അപ്പൊ ഞാൻ എനിക്ക് ഈ പറയുന്ന വാക്കുകൾ എടുത്ത് നോക്കുമ്പോൾ പ്രോപ്പർ 90s കിഡ്. ഞങ്ങൾക്ക് സിറ്റുവേഷൻഷിപ്പ് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആകെപ്പാടുള്ളൊരു ഷിപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പാണ്. പിന്നെ വി ഡോണ്ട് ഹാവ് സ്കിബിഡി, വി ഡോണ്ട് ഹാവ് ലവ് ബോംബിങ്, വി ഡോണ്ട് ഹാവ് ലവ് ബെഞ്ചിങ്, വി ഡോണ്ട് ഹാവ്. ഒരു പയ്യൻ എന്നെ നോക്കിയിട്ട് ചേച്ചിക്ക് നല്ല റിസ് ഉണ്ടെന്ന് പറഞ്ഞേ, ഞാൻ കുറേ നേരം ഇങ്ങനെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കിത് ആരോട് ചോദിക്കും? ഞാൻ കുട്ടികളുടെ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുക. എന്നിട്ട് ഞാൻ പതുക്കെ ആരും അറിയാതെ ChatGPT എടുത്ത് നോക്കി വാട്ട് ഈസ് റിസ്. അപ്പോൾ റിസ് എന്ന് പറഞ്ഞാൽ ഓറ, അതിനെയാണ് അവൻ പറഞ്ഞത് ചേച്ചിക്ക് ആ റിസ് ഉണ്ട്. കുറച്ച് ജെൻസി ട്രാക്ക് പിടിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഡ്രസ്സിൽ മാത്രമേ ഉള്ളൂ ജെൻസി, മില്ലേനിയൽസും അതൊക്കെ പഴയതാണ്. ഈ എനിക്ക് തോന്നുന്നു പക്ഷെ ഷിപ്പുകൾ എല്ലാ കാലവും ഉണ്ട്. ഇപ്പൊ കുറെ തരം ഷിപ്പുകൾ വിളിക്കണമെന്നേ ഉള്ളൂ അല്ലേ? കാരണം ബെസ്റ്റീന്റെ കൂടെ കറങ്ങാൻ പോകും. പക്ഷേ ആ വാക്ക് നമ്മൾ ഇപ്പൊ ബെസ്റ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടാവില്ല, സിറ്റുവേഷൻഷിപ്പ് ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇത്തരം ഘട്ടങ്ങൾ എല്ലാ കാലവും ഉണ്ട് ഇല്ലേ? പക്ഷെ നമ്മളിങ്ങനെ നമ്മളത് സർട്ടിഫിക്കറ്റ് കറക്റ്റ് കൊടുത്തു, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഹാഷ്ടാഗ് പരിപാടികൾ കൊടുത്തു. ഒരു ബെസ്റ്റീനെ കല്യാണം കഴിക്കോ? റോഹൻ വിൽ മാരി യുവർ ബെസ്റ്റി. അതായത് നമുക്ക് ബെസ്റ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് ബഡി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പൊ ബെസ്റ്റിയുടെ മീനിങ് അതല്ല ആണോ? അല്ലേ? അല്ലേ? ആണോ? എനിക്കറിയാൻ പാടില്ല. ബെസ്റ്റിയൊക്കെ മാറിയോ? ബെസ്റ്റിയൊക്കെ മാറി. ഞങ്ങൾക്ക് ആകെപ്പാടുണ്ട് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. കെട്ടിടപ്പണിയുടെ ഇടയിൽ ഇതൊന്നും അറിയില്ല. ഇടയ്ക്ക് കുറച്ച് ശ്രദ്ധ വേണം. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ എനിക്കും പക്ഷേ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഐ മീൻ ഈ കാലത്തിനനുസരിച്ച് കോലം മാറുമെന്ന് പറയും. മീര കോലം മാറുന്നതനുസരിച്ച് കാലത്തിനനുസരിച്ച് രീതികൾ മാറുന്ന ഒരാൾ തന്നെയാണ്. ഒരു ആങ്കർ ആകുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും എന്നുള്ളത്. ഈ എങ്ങനെയാണ് ഈ വാക്കുകളുടെ ഉപയോഗം? കാരണം എല്ലാത്തരം ഏജ് ഗ്രൂപ്പുള്ള ആളുകൾ നമ്മൾ ഓഡിയൻസിലായിട്ട് പ്രതീക്ഷിക്കേണ്ടി വരും. ഇത്തരം ആളുകൾ നമ്മൾ സംസാരിക്കേണ്ടി വരും മുഖാമുഖം. അപ്പോൾ എല്ലാത്തരം ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്ഡേറ്റ് നോക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇങ്ങനെ ഇൻ ദ സെൻസ് ലൈക്ക് എല്ലാ ദിവസവും ഇപ്പോഴും ഞാൻ പത്രം വായിക്കാറുണ്ട് റോഹൻ. കാരണം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ നാട്ടിൽ തന്നെയാണല്ലോ നമ്മൾ പണിയെടുത്ത് ജീവിക്കുന്നത്. പിന്നെ അതുമല്ല ഇപ്പോൾ ഓപ്ര വിൻഫ്രേ എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു ആങ്കർ ഉണ്ട്, ഏറ്റവും വലിയ ഹോസ്റ്റാണ് ഓപ്ര വിൻഫ്രേ. അവരൊരു ഇപ്പം എനിക്ക് തോന്നുന്നു ഷീ മൈറ്റ് ബി ഇൻ ഹർ ലേറ്റ് 60s. സ്റ്റിൽ ഏറ്റവും വലിയ ഓസ്കർ പോലുള്ള വേദികൾ ഹോസ്റ്റ് ചെയ്യുന്നത് അവരാണ്. ഈ 69 വയസ്സൊക്കെ പ്രായമുള്ള ഓപ്ര വിൻഫ്രേ ആണ്. ഓസ്കർ പോലുള്ള എലനൊക്കെയാണ് എല്ലാം ഹോസ്റ്റ് ചെയ്യുന്നത്. അവരുടെ 40കളിൽ ചെയ്ത മോഡിലല്ല അവരിപ്പോൾ ചെയ്യുന്നത്. ഈ ഏജിങ് ബ്യൂട്ടിഫുള്ളി പറയില്ലേ? ഇപ്പം നമുക്ക് ഏജായി. ഇപ്പം ഞാൻ ഒരിക്കലും ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടി ഹോസ്റ്റ് ചെയ്യുന്ന പോലെ ഹോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, അനുകരിക്കാൻ പാടില്ല. അവരുടെ എനർജി ലെവൽ വേറെയാണ്. അപ്പം ഞാനിപ്പോൾ 35 വയസ്സുള്ള ഒരു ഞാൻ എന്താണോ ഡ്രസ് കോഡ് അല്ലെങ്കിൽ എനിക്ക് എന്താണോ ആ സ്റ്റേജിൽ ആ ഇവൻറ്റിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതും ആയിട്ട് യോജിക്കുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുക. അല്ലാതെ ഞാൻ നിന്നിട്ടൊരു 21 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടി കാണിക്കുന്ന അതേ ആർട്ടിക്കുലേഷൻ ചെയ്താൽ വിൽ ബി വെരി ഓക്വേർഡ്. നമ്മൾ ക്യൂട്ട്നെസ് വാരി വിതറേണ്ട ആവശ്യമില്ല. ഈ അനുകരണം പലപ്പോഴും അല്ലെ അവൻ്റെതായിട്ടുള്ള ഒരു ഓൺ സ്റ്റൈൽ പരിപാടികൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള വേ ഓഫ് ടോക്കിംഗ് ഇത് പലപ്പോഴും ഇമിറ്റേറ്റിംഗ് ആയിട്ട് മാറാറുണ്ട്. മിമിക്കേ വേണ്ട, അത് പിന്നെ മിമിക്രി ആയി പോയില്ലേ? ഞാൻ പറയുന്ന അത്രയേ ഉള്ളൂ. എനിക്ക് ഇത്രയും പ്രായമുണ്ട്, ഞാൻ പണ്ട് ചെയ്ത പോലെ അല്ല ഇപ്പം ചെയ്യേണ്ടത്. അതിന് ആ വ്യത്യാസമുണ്ട്, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഞാൻ പറയുന്ന ഒരു മെച്യൂരിറ്റി നമ്മൾ ബോഡി ലാംഗ്വേജിലും ഇത് ചെയ്യണം. ക്യൂട്ട്നെസ് വാരി ഓവർലോഡഡ് ക്യൂട്ട്നെസ് അത് ഞാൻ ഒരിക്കലും സ്റ്റേജിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അത് ആ പ്രായത്തിലെ കുട്ടികൾ ചെയ്താൽ ചിലപ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു കുട്ടി അത് ഹോസ്റ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് വിൽ ബി വെരി ഫൺ. ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾ നിന്നിട്ട് അത് ക്യൂട്ട്നെസ് വാരി വെതർ ഇറ്റ് വിൽ ബി ഓക്വേർഡ് ടു ദ കോർ.
ഈ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ചോദ്യങ്ങളുടെ പേരിൽ ഇത്രത്തോളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരാൾ അല്ലേ വേദിയിൽ വേറെ ഉണ്ടോ. പക്ഷേ ഇതറിയാം, കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് സംസാരിക്കുന്നു, ഇതിന് വരുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടേതായിട്ടുള്ള അത്ര പോലെ തന്നെ വേദികൾ കൂടുക എന്നല്ലാതെ ഒരു വേദി പോലും കുറയാൻ ഒരു കാരണങ്ങളുണ്ടായിട്ടില്ല. അപ്പം നമ്മൾക്ക് ആവശ്യമാണ്, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കുറേയേറെ ക്വാളിറ്റീസ് ഉണ്ട്. നമ്മളൊരു MC ആയിട്ട്, മാസ്റ്റർ ഓഫ് സെറമണി ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ, സെൻട്രൽ സ്റ്റേജിൽ മൈക്ക് പോയിന്റ് നിൽക്കുമ്പോൾ കിട്ടുന്ന കുറേയേറെ പ്ലസ് അല്ലേ ഒരു ഓരോ പരിപാടികളൊക്കെ. എവിടെയാണ് ചില ചോദ്യങ്ങൾ എത്രത്തോളം വിമർശനങ്ങൾക്ക് വിധേയമാവുന്നതെന്ന് മീരയ്ക്ക് എന്താ തോന്നുന്നത്? പലപ്പോഴും ചോദ്യങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കത് അറിയാൻ പറ്റും. നമുക്കൊരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ, ദിസ് ഈസ് ഗോയിങ് ടു ഹിറ്റ് വെരി ബാഡ്ലി എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും റോഹൻ. എന്നാലും ചിലപ്പോൾ നമ്മളത് ചോദിക്കേണ്ട ആവശ്യകത അവിടെ ഉണ്ടാവും. ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഏറ്റവും ഫ്ലാഗ്ഷിപ്പുള്ള, ഏറ്റവും റേറ്റിംഗ് ഉള്ള റിയാലിറ്റി ഷോയാണ്. പലപ്പോഴും അതിൻ്റെ കോണ്ടന്റിനെ പറ്റി ചർച്ചകൾ നടക്കുന്നതാണ്. ഇത് കേരളത്തിന് അനിവാര്യമാണ്, എന്തൊരു നെഗറ്റിവിറ്റിയാണ്, അതാണ്. പിന്നെ എവിടെ നിന്നാണ് ഇത്രയും റേറ്റിംഗ് വരുന്നത്? എങ്ങനെയാണ് നിങ്ങളിത് കാണുമ്പോഴല്ലേ ഇത് റേറ്റിംഗ് സൂചികൾ നിങ്ങൾക്ക് മോക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ ചോദ്യം അനാവശ്യ ചോദ്യമായിരുന്നു. ഏറ്റവും കൂടുതൽ വൈറലാവുന്നത്, ട്രെൻഡിങ് ആവുന്നത്, കാണുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. സോ നമുക്ക് പലപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്താ പറയുക, അത് കുറച്ച് ഫോഴ്സ്ഫുള്ളി എങ്കിലും ആകുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഡിപ്പെൻഡിങ് ഓൺ ദ വ്യൂവർഷിപ്പ് പാറ്റേൺ. വ്യൂവർഷിപ്പ് ഇപ്പം എൻ്റെ ഡയറക്ടർ എന്നോട് പറയുന്നു, വി നീഡ് ദിസ് മച്ച്, 1 million വ്യൂസ് ആണ് അവിടെ വേണ്ടെന്ന് പറയുന്നത്. നല്ല കണ്ടന്റ്, മോശം കണ്ടന്റ് എന്നില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന കണ്ടന്റ്, കാണാത്ത കണ്ടന്റ്. അപ്പോൾ ഇതിൽ നല്ലത് ഏതാ ചീത്ത ഏതാ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ആൾക്കാർ കാണുന്ന കണ്ടൻറ്റാണ് വേണമെന്ന് എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞാൽ ഒരു പോയിന്റിലെങ്കിലും അതിനുള്ള ഒരു എലമെൻറ്റ് ഇട്ട് കൊടുക്കാൻ ഞാൻ റെസ്പോൺസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല ഹോസ്റ്റുമാരും എനിക്കെതിരെ പറഞ്ഞൊക്കെ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, എന്തിനാ അത് ചോദിച്ചത്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഹോസ്റ്റല്ലേ, ഇത് ചോദിക്കാൻ പാടില്ലാത്ത കാര്യമല്ലേ. ഇന്ന് വരെ ഞാനങ്ങനെ എതിരെ ഇരുന്ന് ചോദ്യം ചോദിച്ചപ്പം എനിക്ക് ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് പറഞ്ഞിട്ടുണ്ടോ, അവർ ചോദിച്ച ചോദ്യം എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ മീര ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ചോദിച്ചു, ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഇത് മനസ്സിലാക്കണ്ടേ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ദർ ഇസ് ബീൻ എ പ്ലാനിങ് വിച്ച് ഇസ് ബീൻ ഹാപ്പനിങ് ബിഹൈൻഡ്. ഒരു ചെറിയ ലെവലിലെങ്കിലും നമ്മളും അവരും തമ്മിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടായിരിക്കും. ഇതൊരു പക്ഷേ ഈ ആരെക്കുറിച്ച് പറയുന്നത്, ഇപ്പോൾ ഇത് താരമായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, പക്ഷേ വ്യക്തികളെയാണ് പരാമർശിക്കുന്ന ചോദ്യങ്ങൾ നേരിടേണ്ടിരുന്നെങ്കിലും ഇതിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത് ഇവരെ ഇഷ്ടപ്പെടുന്നിരുന്നോ ഒരു ഫാൻ ബേസിൽ നിന്നായിരിക്കും അല്ലേ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ വേദിയിലുള്ള അതുപോലെ കുറേ അധികം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ല, അതിൽ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, അയ്യോ അത് നീ പ്ലാൻഡ് അല്ലെങ്കിൽ അത് ചോദിക്കാൻ പാടില്ലാത്തതാണെന്ന് വിഷ്ണു വരെ പറഞ്ഞു. അത് റിട്ടേൺ അല്ലായിരുന്നെങ്കിൽ നീ അത് ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. അത് ഞാനത് റിവീൽ ചെയ്യാനേ ആഗ്രഹിക്കില്ല റോഹൻ. ദാറ്റ് ഇസ് സംതിങ് വിച്ച് വിൽ ലാലേട്ടൻ ദൃശ്യത്തിൽ പറഞ്ഞാൽ അത് എന്നോട് കൂടി മണ്ണടി. അല്ലാതെ ഇത് ഒരു കാരണവശാലും എന്തായാലും എൻ്റെ കുടുംബം സേഫ് ആയിരിക്കും. പക്ഷേ കഴിഞ്ഞിട്ട് വേണ്ടായിരുന്നു തോന്നിയ ചോദ്യം ലാലേട്ടനോട്. ഇല്ലപ്പോൾ അത് ഞാൻ പറഞ്ഞ അതാണ്, നമുക്കിത് എനിക്കറിയാം എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കലും റിഗ്രറ്റ് അങ്ങനെ ഇല്ല റോഹൻ, അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ ഐ ബിലീവ് ഇൻ എനിക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷകർക്ക് എന്നോട് തിരിച്ചു ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. എനിക്ക് ആ ചോദ്യം മീര ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഞാനത് അഡ്മിറ്റ് ചെയ്യണം. കാരണം അവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ. അവർ തന്ന ഓരോ വാച്ച് ചെയ്യുന്നതിൽ ഓരോ പൈസ വെച്ചിട്ടായിരിക്കും ഞാനിന്ന് ഈ ബിൽഡിങ് കെട്ടി പൊക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ടൈമുണ്ട് അതിനകത്ത്. അവരെനിക്ക് വേണ്ടി, എൻ്റെ ഷോസിന് വേണ്ടി മാറ്റിവെച്ച അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ടൈം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അവർ എന്നെ എന്തു കുറ്റം പറഞ്ഞാലും ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണ്. അതിൽ എന്തോരം കാര്യങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ നന്നാവാത്ത എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇല്ലപ്പാ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ പറയാം, എന്നെ ഒരാൾ കഴിഞ്ഞ 5 വർഷമായിട്ട് എന്നോടൊപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ അൺസഹിക്കബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. 5-5.5 വർഷമായി ഒരു അൺസഹിക്കബിൾ വ്യക്തിയല്ല ഞാൻ. പിന്നെ ഈ പലപ്പോഴും ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഇൻറ്റേർണലി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയാം, ഒരു വ്യൂവർഷിപ്പ് നമ്മൾ നോക്കണം, ഡയറക്ടറിൻ്റെ ഡിമാൻഡ് നോക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അണിനിരത്തിയിട്ടാണ് നമ്മളൊരു ചോദ്യത്തിലേക്ക് വരിക. അല്ലാതെ ഒരു കാരണവശാലും ഇപ്പം എനിക്ക് റോഹനെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല. അപ്പം നമ്മളത് ഒബ്വിയസ്ലി നമ്മളൊരു പേഴ്സണൽ കോണ്ടെക്സ്റ്റിൽ അത് വരില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ അമ്പെയ്ത്തുകളൊക്കെ വരുമ്പോൾ ഞാനത് ഒറ്റയ്ക്ക് നിന്ന് ഏറ്റുവാങ്ങും. ഞാൻ ആരും കൊടുക്കുന്ന ആളല്ല. വ്യൂവർഷിപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ റവന്യൂ ഒക്കെ അതിൻ്റെ ഒരു മാറ്റർ ആണെങ്കിൽ പോലും അമ്പെയ്ത്ത് മുഴുവൻ കൊടുത്ത് നമ്മുടെ നെഞ്ചി കാരണം ഞാൻ പറയേ, എൻ്റെ ഡയറക്ടറിന് അല്ലെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസറിന് ഇത്രയും വ്യൂസ് വന്നാലേ അത് ബ്രേക്ക് ഈവൻ ആവുള്ളൂ. അതിലൊരു ക്ലയൻറ്റ് കാണും, അതിലൊരു സ്പോൺസർഷിപ്പ് കാണും. ഇത് ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ ഐ ആം സപ്പോസ് ടു പുൾ ഇൻ ദിസ് മച്ച് എമൗണ്ട് ഓഫ് വ്യൂവർഷിപ്പ് ടു ദാറ്റ് സെയിം. അപ്പോൾ അതിലേക്ക് വരാൻ ഏറ്റവും എളുപ്പ സോഴ്സ് ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യമാകാം.
പെട്ടെന്ന് ഇപ്പം റോഹൻ എന്നെ അറിയാം, ഏറ്റവും ഇങ്ങനെയുള്ള കൊണിഷ്ട ചോദ്യങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വൈറലാവും, പെട്ടെന്ന് ഈ സ്ക്രോൾ അങ്ങ് കയറും, അൽഗോരിതം മാറുകയാണ്. കാരണം 1 മില്യൺ 2 മില്യൺ 3 മില്യൺ. ഇതാണ് ചിലപ്പോൾ എൻ്റെ ഡയറക്ടർ വേണമെന്ന് അഡമൻ്റായിട്ട് എന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്ന് പരോക്ഷമായിട്ട് അല്ലാതെ ഞാനൊരു ഭയങ്കര ഭീകരി ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും വിഷ്ണു ഒരു 5.5 വർഷം തന്നെ സഹിക്കില്ല. അതിനി എന്തിൻ്റെ പേരിലാണെങ്കിലും. പുള്ളിയുടെ ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ നേരത്തെ അറ്റൈൻ ചെയ്ത ഒരാളാണ്. എന്നെ സഹിക്കേണ്ട ആവശ്യം പുള്ളിക്കില്ല. അങ്ങനെ ഞാനൊരു പ്രശ്നക്കാരിയല്ല. ശരിക്കും എന്തായിരുന്നു ലാലേട്ടൻ്റെ ഫാൻസിന്റെ സൈഡിൽ നിന്ന് എന്തായിരുന്നു കിട്ടിയത്? ലാലേട്ട് അങ്ങനെയല്ല, എനിക്ക് ഭീകരമായിട്ട് എനിക്കെതിരെ പേജസ് ഒക്കെ വരുന്നത് കണ്ടു ഇൻസ്റ്റാഗ്രാമിലെല്ലാം. ഭയങ്കര എന്താ പറയുക, ഒരു ക്യാമ്പയിനിങ് തന്നെ പറഞ്ഞാലോ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അത് രഹസ്യങ്ങളെല്ലാം എന്നോട് കൂടി മണ്ണടിക്കും. ഞാനൊന്നും പറയില്ല, രഹസ്യങ്ങളുണ്ട് ഒന്നും ഞാൻ പറയില്ല. ലാലേട്ടൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഞാൻ പറയും, ഈ ആനേനെയൊക്കെ എല്ലാവരും പറയും ആനയും കടലും കാണുന്ന പോലെ. ഇന്ന് ലാലേട്ടൻ വന്ന് ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ കണ്ണടക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. ഓറാനോ അയ്യോ. എനിക്കൊന്ന് വേദിയിലെ കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ സ്ക്രീനിലെ കാര്യം പറയേണ്ടിയിരിക്കുന്നു. കാരണം കോമഡി സ്റ്റാർസിലുണ്ട്. പക്ഷേ മുമ്പ് ശ്രുതി മേനൻ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആങ്കർ ആയിരുന്ന പരിപാടിയിൽ പെട്ടെന്ന് എന്നെ കാരണം കൂടാതെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത്. അതേ അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു കാരണം എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതേ പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ട് പിന്നെ കണ്ടത് മീരനെയാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഐ മീൻ എന്തുകൊണ്ട് എന്തായിരുന്നു സീസൺ 1 കൃത്യമായിട്ട് ഗംഭീരമായിട്ട് ചെയ്ത ഒരാളാണ്. ഞാൻ സീസൺ 2 വരുന്നത്. ഞാൻ സീസൺ 1 പ്രൊഫൈൽ ആങ്കറിങ്ങിനാണ് വരുന്നത്. റോഹൻ നമ്മൾ പറയില്ലേ ഔട്ട് പറക്കാന്ന് പറഞ്ഞാൽ ആ പ്രൊഫൈലിലാണ് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞാണ് സീസൺ 2 ഞാൻ വരുന്നത്. അല്ലാതെ സീസൺ 1 ഇടയ്ക്ക് ഞാൻ കയറി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സീസൺ 2 തുടങ്ങിയപ്പം തന്നെ ഞാനുണ്ട് ഫ്രം ദ വെരി ഫസ്റ്റ്. ഇത് പക്ഷെ അടുത്തൊരു ഷോ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളതൊരു ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ള രീതിയിലേക്ക് വാക്കുകളിൽ പ്രകടമായിരുന്നു. ടോട്ടലി അത് ഒരു ഫേമിന്റെ തീരുമാനം, അത് നമുക്കൊന്നും പറയാനില്ല. കാരണം എൻ്റെ ഈ പറഞ്ഞ മൈ ഡാഡി വാസ് നോട്ട് ദ പ്രൊഡ്യൂസർ ഓഫ് ദ ഷോ, സോ ഇറ്റ് ഇസ് ടോട്ടലി നോട്ട് ഇൻ മൈ ആംസ്. എൻ്റെ അപ്പൻ ഇതുമായിട്ട് ഒരു ബന്ധമുള്ള ഒരാളല്ല എൻ്റെ കുടുംബത്തിൽ. ഞാനൊരു നെപ്പോക്കിട്ടേ അല്ല, എനിക്ക് നെപ്പോട്ടിസമേ ഇല്ല. ആകെപ്പാടെ ഈ പറഞ്ഞ മാതിരി ഒന്നുമില്ല, ഒരു ബന്ധം എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല എനിക്ക്. നത്തിങ്. ഈ നമ്മൾ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ചാനൽ വേണമെന്ന് പറയുമ്പോഴും ഡിമാൻഡ് ചെയ്യുമ്പോഴും ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു മീഡിയയാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഐ മീൻ എനിക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തൊരു ഷോ രീതിയിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്കങ്ങനെ വന്നിട്ടേ ഇല്ല. ഫ്ലെക്സിബിൾ ആണ് അത്രത്തോളം. ഞാൻ ഭയങ്കര അഡാപ്റ്റബിൾ ആണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവരുടെ ശബ്ദമാവാണ്. എൻ്റെ ഡയറക്ടർ ഓർ പ്രൊഡ്യൂസർ എഴുതി വെച്ച, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതി വെച്ചതിൻ്റെ മുഖവും ശബ്ദവുമായാണ് ഞാൻ വേദിയിൽ നിൽക്കുന്നത്. അല്ലാതെ അത് എൻ്റെ ഷോ ആക്കണം അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ ഇതിനെ കൊണ്ടുവരണം. പലരും ഞാൻ പല എൻ്റെ കോ ഹോസ്റ്റുകളും ചോദിക്കുന്നിട്ടുണ്ട്. ഞാനായിരുന്നെങ്കിൽ ആ ചോദ്യം ചോദിക്കില്ലായിരുന്നു, അവരായിരുന്നെങ്കിൽ അത് ചോദിക്കില്ലായിരിക്കും. ഒബ്വിയസ്ലി അത് അവരുടെ കോളാണ്. എൻ്റെ കോൾ ഇസ് ലൈക്ക് ഐ ആം ഹിയർ ടു. അവരെന്താണോ ഞാൻ ഇപ്പോഴും ക്യാമറയിലോ ചേട്ടനോ ഞാൻ സാറെന്നേ വിളിക്കാറുള്ളൂ. കാരണം അവരുടെ കമാൻഡ് ഞാൻ എടുക്കണം, അതിനാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ ഞാനല്ല ഇതിൽ ഏറ്റവും വലിയവൻ. കുറേ എത്തിക്സുകളുണ്ട് അല്ലേ, കുറേ രീതികൾ അല്ല. ഐ ബിലീവ് ഇപ്പോഴും ഞാൻ ഐ കോൾ എവ്രി വൺ. എത്ര ചെറിയ പയ്യന്മാരാണെങ്കിലും നമുക്ക് വന്ന് ഇപ്പം ചേച്ചി എന്നൊക്കെയാണ്, ചേച്ചി റോളിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സാറെന്നേ അവരെ ഓൺ ബോർഡ് ഞാൻ അവരെ സാറെന്നേ ഞാൻ സംബോധന ചെയ്യാറുള്ളൂ. കാരണം അവരുടെ കമാൻഡാണ്. അന്ന് അവരാണ് എനിക്ക് ബോസ്, അല്ലാതെ ഞാനല്ല അവിടുത്തെ ബോസ്. സുപ്പീരിയർ ഞാനല്ല. അവരിങ്ങനത്തെ ഒരു കണ്ടന്റ് വേണം. അവരിത്രയും ഈ പറഞ്ഞ പോലെ യു ഹാവ് ടു മേക്ക് ഇറ്റ് ട്രെൻഡി, സെൻസേഷണൽ ആവണം, യൂത്തിന് വേണ്ടുന്ന കണ്ടന്റ് ആവണം, കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് വേണം എന്ന് പറയുമ്പം നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റു ഹോസ്റ്റുകൾ അത് ഞാൻ ചോദിക്കില്ല. ഞാനാണെങ്കിൽ ഇത് വെട്ടി എറിഞ്ഞിട്ട് എൻ്റെ ചോദ്യം ചോദിച്ചേനെ. ഐ ബിലീവ് ട്രൂലി ഒരു ഷോ എന്ന് പറയുന്നത് അത് ഡയറക്ടറിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ആണ്. വി ആർ ജസ്റ്റ് ലൈക്ക് ഞാൻ പറഞ്ഞു, ഞാനത് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേറ്ററാണ്. സോ അവർക്ക് എന്ത് വേണം അത് ഡെലിവർ ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് എൻ്റെ കർത്തവ്യം, അതാണ് എൻ്റെ കർമ്മം. അതാണ് ആ കർമ്മത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഭഗവത്ഗീതയെ പറഞ്ഞാൽ ആ കർമ്മത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് വേണോ, എന്താ പറയുക, ചീത്ത വിളികൾ, നിങ്ങൾക്ക് എതിരെയുള്ള ചാലഞ്ചസ് എല്ലാം വരാം. പക്ഷെ നമ്മളത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്യുന്നതിലൊരു ശരി എവിടെയോ അതിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ടായിരിക്കില്ലേ റോഹനി 18 വർഷവുമായിട്ട് ഞാൻ ഒരു ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് എല്ലാം സൈഡായിട്ട് ഈ ഒരു 8-9 വർഷത്തിൽ വന്നേല്ലേ ഉള്ളൂ. അതും ആ ബിസിനസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എൻ്റെ ഈ ജോലിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ കാശാണ്. അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ പൈസ തന്നിട്ടില്ല. അപ്പം ഇത് എപ്പോഴെങ്കിലും ഇപ്പം നമുക്ക് ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ളവരുണ്ടായിരിക്കാം, നമുക്ക് സൗഹൃദമുള്ളവരുണ്ടായിരിക്കാം. ഒരു പക്ഷേ അവിടെ ഒരു ആങ്കറായിട്ട് നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ സൗഹൃദത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ വാക്കുകളിൽ വരും അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന വരികളിൽ വരും അല്ലെ. പ്രത്യേകിച്ച് റിമിശേഷിയൊക്കെ ചെയ്യുന്നത് അല്ലെ,
രഞ്ജനേശി ഒക്കെ ആ സംഭവങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ചിലവർക്കൊരു അസ്വസ്ഥത ഓഡിയൻസ് ഉണ്ടാവും. എന്തിനാണ് ഇവർ ഈ ഒരു സ്പേസ് എടുക്കുന്നത്, ഈ സ്വാതന്ത്ര്യം എത്രത്തോളം എടുക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ എപ്പോഴും കേൾക്കേണ്ടി വരാറുണ്ട്. നല്ലതാണോ അത്? ശരിക്കും ഗുണം ചെയ്യില്ലേ കുറച്ചും കൂടി? അതെന്ത് തോന്നുന്നു? അത് നേരെ വിപരീതമാണ്. എനിക്ക് തോന്നുന്നു റോഹൻ, ആക്ച്വലി നമ്മളിപ്പോൾ കുറച്ചുകൂടെ ജെല്ലിങ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ us. കാരണം അവർ ഏത് ലിമിറ്റ് വരെ പോകും, എനിക്ക് ഏത് ലിമിറ്റ് വരെ പോകാം, ഇതെല്ലാം നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ബെസ്റ്റ് ബഡി എന്ന് പറഞ്ഞാൽ എനിക്ക് റിമിയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ പറയും, ലോകത്തിൻ്റെ എവിടെ പോയാലും കോമഡി സ്റ്റാർസിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന്, എനിക്ക് ഇപ്പം ബാലിയിലൊക്കെ പോകുമ്പോൾ ടീ ബാഗ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വരും, ചപ്പൽസ്, പെർഫ്യൂംസ്, ഡ്രസ്സസ്. ശ്വേതേച്ചി അതെ, മുംബൈയിലൊക്കെ പോയിട്ട് വരുമ്പം ശ്വേതേച്ചിയുടെ ഡ്രസ്സസ് എല്ലാം കൊണ്ടുതരും. അപ്പം ഇവരുമായിട്ടൊരു ജെല്ലിങ് ഒക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ചിലപ്പോൾ നമ്മളങ്ങ് മറന്നു ഇത്രയും ക്യാമറ നമ്മൾ നോക്കുകയാണെന്നൊക്കെ. പക്ഷെ അത് ഒരുപാട് കടന്നു കഴിഞ്ഞാൽ അതത്ര നല്ലതായിട്ട് തോന്നില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ടെർമിനോളജിയൊക്കെ മാറും, നമ്മൾ എടാപ്പോടാ അതൊക്കെ വരും. അതിനേക്കാളും ആ ഒരു എന്താ പറയുക, ഒരു ഡിഗ്നിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടിയ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട ഉപദേശം എന്തായിരുന്നു? ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് ജഗദീഷ് ഏട്ടൻ തന്നതാണ്. എപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള ഒരു ദൃഢനിശ്ചയം വേണമെന്ന്. സ്റ്റെബിലിറ്റിയാണ് ഏറ്റവും വലുതെന്ന്. അതായത് ഇന്നോ നാളെയോ, റോഹൻ ആദ്യം ചോദിച്ച പോലെ ഇന്നോ നാളെയോ എന്ന് വേണോ ഇതിനെന്തും സംഭവിക്കാം. പക്ഷെ ആരുടെ മുന്നിലും തല കുനിക്കാതെ എന്താണെങ്കിലും. ഇപ്പം നമുക്ക് ഈ ഒരു മീഡിയയ്ക്കുള്ളൊരു സ്വഭാവം ഞാൻ കണ്ടത്, ഇത് തരുന്ന സമയം ഭയങ്കരമായിട്ടും തന്നുകൊണ്ടിരിക്കും. ഫെയിം ആണെങ്കിലും പണമാണെങ്കിലും എല്ലാം. ആ സമയത്ത് നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് അത് വിനിയോഗിക്കുന്നു എന്നിടത്താണ് നമ്മുടെ വിജയം. അത് എങ്ങനെ നമുക്ക് പെർസിസ്റ്റ് ചെയ്ത് നിർത്താം എന്നുള്ളത്. അപ്പോൾ ജയശേഖരൻ എപ്പോഴും പറയും കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ കീ. വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പക്ഷെ എപ്പോഴും മൈൻഡ് പ്രിപ്പയർ ആക്കി തന്നെ വെച്ചേക്കുക. യു മേ ലൂസ് ഇറ്റ് ഓർ യു മേ ബി ഇൻ ഇറ്റ്, ബട്ട് മേക്ക് ഷുവർ മെൻ്റലി യു ആർ ഗുഡ്. നമുക്ക് മെൻ്റൽ ഇത് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. ഇത് പോയെന്നായിക്കോട്ടെ, നമ്മുടെ ലൈം ലൈറ്റിൻ്റെ ഓറ നഷ്ടപ്പെട്ടെന്നായിക്കോട്ടെ, മെൻ്റൽ സ്റ്റെബിലിറ്റി പോകാൻ പാടില്ല. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ സ്നേഹിക്കാൻ പാടില്ല. ഇത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യുക, സത്യസന്ധമായി ജോലി ചെയ്യുക, ഓണസ്റ്റ് ആയിട്ട്. ജഗദീഷ് ചേട്ടനാണ് ആക്ച്വലി ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു വലിയ പ്രചോദനം. ജഗദീഷ് ചേട്ടനും എൻ്റെ ഷോ ഡയറക്ടർ ബൈജു സാറും ഒക്കെയാണ്. കാരണം ഇവരെല്ലാവരും ഈ മേഖലയിൽ അധികം അറിയില്ലെങ്കിലും ഉള്ളതാണ്. അത് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നത്. എല്ലാവരും ഈ ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് കൃത്യമായിട്ട്. അപ്പോൾ ആദ്യം ജഗദീഷ് ചേട്ടൻ പറഞ്ഞതാണ്, എപ്പോഴും നമ്മൾ അസറ്റ്സ് മേടിച്ചതിന് ശേഷം മാത്രമേ ലൈഫ് സ്റ്റൈൽ ബൈ ചെയ്യാവൂ. ഈ മീഡിയയിൽ വരുന്ന ഇന്നത്തെ ജനറേഷൻ, എനിക്കറിയില്ല ഇന്ന് കുട്ടികൾ ചെയ്യുന്നുണ്ടാവും, അവരാദ്യമേ ഒരു വലിയൊരു ലൈഫ് സ്റ്റൈൽ, ഒരു ബേർഡൻ അങ്ങ് പർച്ചേസ് ചെയ്ത് വയ്ക്കും. വലിയ കാറ്, വലിയ വീട്, ഇതെല്ലാം ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഇടുന്ന ഫുഡ് വെയർസ് ആയിക്കോട്ടെ, വലിയ ബ്രാൻഡുകളായിരിക്കും, ഈ പറഞ്ഞ മാതിരി ഗ്ലാസസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഫസ്റ്റ് അസറ്റ്സ് മേടിച്ച് നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പം എനിക്കത് കുറേ കൂടി ആദ്യം ഇന്ന് നാളെ പിന്നെയാവാം എന്നുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു നാളെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇന്നും പോകണ്ടോ എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേത് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള, മേ ബി 90s കിഡ്സ് ആയതുകൊണ്ടാണല്ല, ഈ പറഞ്ഞ അസറ്റ്സ് ആദ്യം സെക്യൂർ ചെയ്തിട്ട് ലൈഫ് സ്റ്റൈൽ ബൈ ചെയ്യാനാണ് ഞാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. കാരണം അസറ്റ്സ് ആയി കഴിയുമ്പോൾ അതിൻ്റെ റവന്യൂ കൊണ്ട് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ കിട്ടും. മറ്റേ ലൈഫ് സ്റ്റൈൽസ് എന്ന് പറയുന്ന വലിയ വീടും കാറും ഒക്കെ ബേർഡൻ എടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് അസറ്റ്സ് ഇട്ട് ഉണ്ടാവത്തുമില്ല. പിന്നെ ഇതെല്ലാം റൺ ചെയ്യാനായിട്ട് നമ്മൾ പാടുപെടേണ്ടിയും വരും. അതിനേക്കാളും അസറ്റ്സ് മാക്സിമം സെക്യൂർ ചെയ്യാൻ പറ്റുന്ന സമയത്ത് സെക്യൂർ ചെയ്തിടുക. പിന്നെ യു ഗെറ്റ് തനിയെ വന്നോളും. തൈ നട്ട് വെക്കുക എന്നുള്ളതാണ്. തൈ നട്ട് വെക്കട്ടെ, അത് മരം ആയിക്കോളും. നമ്മൾ ഈ പണ്ട് പറയില്ലേ, തേക്കൊക്കെ നട്ടു വെച്ചേക്കുന്ന കണ്ടിട്ടില്ലേ? തേക്കൊക്കെ 40-50 വർഷം കഴിഞ്ഞാലേ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അപ്പന്മാര് വെച്ചു എന്ന് ചോദിച്ചാൽ, എന്നത്തൊക്കെയോ കാലത്ത് എല്ലാവർക്കും അത് ഗുണപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ നട്ടവർക്കാവില്ല ചിലപ്പോൾ അതിന്റെ ഗുണം. പക്ഷെ ബാക്കി ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പരിചിതമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആ ടെസ്റ്റിൽ നിൽക്കുമ്പോൾ, ഈ മുൻപൊക്കെ നമ്മളൊരു സർക്കാസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ദ്വയാർത്ഥങ്ങൾ വരുന്നതോ അത് തമാശയായിട്ട് മാത്രം കണ്ടിരുന്ന ഒരു സമയത്ത് നിന്ന് മാറി ഇതിനെക്കുറിച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെ, അതിലൊരു വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അതിൽ ബോഡി ഷെയിമിങ് വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ മാറ്റം പ്രകടമാണ്. ഈ പ്രകടമായിട്ടുള്ള മാറ്റത്തിൽ എന്താ തോന്നുന്നത്? ശരിക്കും അത് അനിവാര്യമാണോ, അതോ അതങ്ങനെ തന്നെ എടുത്താൽ മതിയോ എന്ന് തോന്നുന്നു? അല്ല, അത് ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ കോമഡി സ്റ്റാർസിൽ ഏറ്റവും കൂടുതൽ സ്കിറ്റുകളിൽ അറിയാമല്ലോ, ഒരാളെ കളിയാക്കുമ്പോഴാണ് അതിലൊരു തമാശ വരുന്നത്. ഇപ്പം ഞാൻ റോഹൻ, അയ്യ നീ എന്താ മുടി ഇങ്ങനെ വാല വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം വേറെ അർത്ഥം മാറി. പണ്ടിത് ചോദിക്കുമ്പോൾ അവർ ആ സെൻസിലേ എടുക്കുള്ളൂ. ഇപ്പം അത് ചോദിച്ചാൽ തീർന്നു. നീ എന്താ ഇതൊരുമാതിരി ഭ്രാന്ത് പിടിച്ചോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്താ ഒരു ദാരിദ്ര്യവാസി ലുക്കി ഇരിക്കുന്നത്, നിനക്കൊന്ന് വെട്ടി നന്നായിട്ട് നടന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ പണ്ട് കോമഡിക്ക് വേണ്ടി അത് എടുക്കുമായിരുന്നു. ഇപ്പം അതുപോലും കോമഡിയിൽ പറ്റില്ല. ഞാൻ പറയുന്നത് കുറേയൊക്കെ അതിൻ്റെ ഒരു സ്പോട്ട് ഓഫ് സ്പീറ്റിൽ എടുക്കണം. ഇപ്പോൾ ഒരാൾ വന്ന് എൻ്റെ നിറത്തിനെ പറ്റി അല്ലെങ്കിൽ എൻ്റെ ഉയരത്തിനെ പറ്റി,
എന്നെ കാണുമ്പോൾ ആദ്യം നേരിട്ട് മേക്കപ്പ് ഇല്ലാതെ കാണുമ്പോൾ പലരുടെയും മുഖത്തെ റിയാക്ഷൻ, അയ്യോ എന്താ ഇങ്ങനെ, ഇതാണ് പല ചേച്ചിമാരും. കാരണം ടി വിയിൽ കാണുമ്പോൾ വേറൊരു ഓറ, വലിയൊരു ഹെയർ ഡു ഡ്രസ്സിലല്ലേ നമ്മൾ നിൽക്കുന്നത്. നേരിട്ട് കാണുമ്പോൾ അയ്യോ ഇതാണ്, ഇതല്ല, അതിൽ നല്ലതാണല്ലോ, ഇതിലെന്താ ഇങ്ങനെ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഒരിക്കലും ഇല്ല റോഹൻ. എന്നെ പുറത്ത് വെച്ച് റോഹൻ കണ്ടാൽ യു വിൽ ആക്ച്വലി ഫെയിൻറ്റ്. എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാനൊരു സ്ലിപ്പറും ഇട്ടിട്ട് എവിടെയെങ്കിലും എൻ്റെ ചായയും കുടിച്ചിരിക്കുന്ന ഒരാളാണ്, മുടിയൊക്കെ ഇങ്ങനെ മുകളിൽ പാറുമായി തന്നെ വിളിക്കും. മറ്റേ എനിക്കൊന്ന് ഭരതൻ സാറിൻ്റെ ഒരു സിനിമയുണ്ട്, ചുരത്തിൽ ഫിലോമിന ഇങ്ങനെ കെട്ടി വെക്കുന്നത്, അതുപോലെ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് വളരെ കാഷ്വലായിട്ട് മേക്കപ്പ് പോയിട്ട് ഒന്നും ജസ്റ്റ് ലൈക്ക് ടച്ച് പോലും ഞാൻ ചെയ്തിട്ടിരിക്കുന്ന ഒരാളല്ല. ശരിക്കും എന്ത് തോന്നുന്നു ഒരു അവതാരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് നിൽക്കും, അതിൻ്റെ കഴിവിലാണോ അല്ലെങ്കിൽ ബാഹ്യമായ സൗന്ദര്യത്തിലാണോ പ്രാധാന്യം? ടാലൻറ്റ് ഫസ്റ്റ് തിങ് ആണ്. സെക്കൻഡറി ഈസ്, പിന്നെ നമ്മൾ പറയില്ല, ഒരാൾ ആദ്യം കാണുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇംപ്രഷൻ. ഒരു മിനിമൽ അറ്റയറിങ് വേണം, ലൈക്ക് വെൻ യു ആർ ഗോയിങ് ഔട്ട്. കാരണം ആൾക്കാർ നിങ്ങളെ കാണുന്നത് അങ്ങനെ, നിങ്ങളൊരു താരങ്ങളാകുമ്പോഴത്തേക്കും, താരം എന്ന് പറയുമ്പോൾ അറിയില്ല, നമ്മൾ കയ്യെത്താ ദൂരത്ത് നിൽക്കുന്നതിനാണ് നമ്മൾ താരം എന്ന് പറയുന്നത്. ഓറ ഇസ് ഗ്രേറ്റ്. എന്നാലും ഐ സ്ട്രോങ്ലി ബിലീവ് ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ടാലന്റ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. ഡ്രസ്സിന്റെ പേരിൽ നമുക്ക് അടുത്തൊരു. പക്ഷേ എപ്പോഴെങ്കിലും ഇപ്പോൾ ആങ്കേഴ്സിന് തന്നെ കൂടുതൽ വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് ആളുടെ ഈ പോർട്ട്ഫോളിയോ തന്നെ ചോദിക്കുന്നൊരിതുണ്ട്. സ്വന്തമായിട്ട് പോർട്ട്ഫോളിയോ ഇല്ല എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ പോലും പലപ്പോഴും ചോദിക്കുന്നത് ആളുടെ ഒരു കഴിവിൽ വിശ്വാസമുണ്ടായിരിക്കും, ആൾ എങ്ങനെ ഉണ്ടായിരിക്കും, ആളുടെ ഒരു അപ്പിയറൻസ് എങ്ങനെ ഉണ്ടായിരിക്കും, ഓൺ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതൊരു ചിന്ത പലർക്കും മുൻവിധിയോടുകൂടി പോവാറുണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ ചോദിക്കും. ഇപ്പം ആംഗിൾസിനോട് കൂടുതലും കണ്ടിട്ടുണ്ട് അല്ലേ ഈ ഒരു പ്രവണത, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്? ഇല്ല, ഫോട്ടോസ് ചോദിക്കാറില്ല. ഈ ലിങ്ക് ഇപ്പം ചോദിക്കുന്ന ഏതെങ്കിലും പെർഫോമൻസ് ലിങ്ക് ഉണ്ടോ, ചിലപ്പോൾ തമിഴ് ഹിന്ദി ഒക്കെ അറിയാമെങ്കിൽ അത് ചെയ്ത ലിങ്കുകളൊന്ന് തരാൻ പറ്റും, അതേ ചോദിക്കാറുള്ളൂ. ഇപ്പം അങ്ങനെ ഈ ഇത്രയും വർഷം ആയതുകൊണ്ടായിരിക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ കണ്ട് രൂപം കൂടി കണ്ട് അവരുടെ പെർഫോമൻസിലോ സ്കില്ലിലോ അല്ല, രൂപം കൂടി അതിനൊരു മാനദണ്ഡമായിട്ട് തോന്നാറുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ യു ആർ ഓൺ സ്റ്റേജ്, പ്രസൻറ്റബിൾ ആകണം. പ്രസൻറ്റബിൾ ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനദണ്ഡം എഗെയിൻ ഞാൻ പറയുന്നു നിറമല്ല. ഇപ്പം ഐ എം എ വെരി ലൈക്ക് എ നോർമൽ വീറ്റിഷ്, എന്താ പറയുക, ഡാർക്ക് ടോൺഡ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ നോർമൽ ആയിട്ടുള്ള. ഞാൻ ഇന്ന് വരെ ഗ്ലൂത്താത്തയൻ ഇഞ്ചെക്ഷൻസ് എടുത്ത ഒരാളല്ല. ഞാൻ ഒരു രീതിയിലുള്ള അങ്ങനത്തെ സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന ആളല്ല. ഞാൻ എൻ്റെ നിറം ഒരു രീതിയിലും ടോണിങ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല. ഐ എം ഗുഡ് വിത്ത് ദിസ്. ഐ എം വെരി, ഞാൻ തന്നെ വളരെ സെക്യൂർഡാണ് എൻ്റെ കാര്യത്തിൽ. അപ്പോൾ പ്രസൻറ്റബിലിറ്റിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിറമല്ല. പിന്നെ വണ്ണമാണോ മെലിഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ എഗെയിൻ നമുക്ക് കാണുമ്പോൾ നമ്മൾ ചില പറയാറില്ല, അയ്യോ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ശ്വാസം കിട്ടുന്നു, അങ്ങനത്തെ ലെവലിൽ. ബി ഹെൽത്തി, നമുക്ക് പ്രശ്നമില്ല, കാണുന്നവർക്ക് അതാണ്. അതുകൊണ്ട് സോ ബി ഇൻ എ വെരി ഹെൽത്തി ഫോം. അല്ലാതെ നിറം ഇതിൽ പ്രശ്നമില്ല. കാരണം ഞാൻ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും സ്റ്റേജ് ചെയ്യില്ലല്ലോ. ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് വന്നിട്ട് നല്ല ഭയങ്കരമായിട്ട് വെളുത്തു തുടുത്തിരിക്കുന്ന ആരെങ്കിലും മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒബ്വിയസ്ലി ഈ മേഖലയിൽ ഇത്രയും കാലം നിൽക്കില്ല. അപ്പോൾ അതല്ല അതിൻ്റെ ശരിക്കും മീര അതിൽ ഇൻസെക്യൂർ ആവുന്നില്ല പല കാര്യങ്ങളിലും, സ്ട്രോങ് ആയി നൽകുന്നത്. പക്ഷേ മീര ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു വേദിയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ നെൽസൺ ചേട്ടനോട് പറയുന്നുണ്ട്, കരിഞ്ഞ പഴശ്ശിരാജ അത് തിരിച്ച് സ്പോട്ടിൽ കിട്ടി പറയുന്നുണ്ട്, കരിഞ്ഞത് ഞാനാണോ നീയാണോ എന്ന് അറിയാം. കാരണം നെൽസൂന് അറിയാം ഞാൻ മേക്കപ്പിലാണ് അവിടെ നിൽക്കുന്നത്. അത് സ്പോട്ടിൽ വന്നത് അത് സ്ക്രിപ്റ്റഡേ അല്ല. ഈ ആക്ച്വലി നെൽസു പഴശ്ശിരാജ കോസ്റ്റ്യൂം ഇട്ട് ഞാൻ കണ്ടില്ല, ഞാൻ സ്റ്റേജിൽ എത്തുമ്പോഴാണ് കണ്ടു. അപ്പം നെൽസുവിന് ഞാൻ പറഞ്ഞത് ഏതാ ഈ പഴശ്ശിരാജ മമ്മൂക്കയാണല്ലോ നമ്മുടെ മനസ്സിൽ. അപ്പം ഞാനതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് പിടിച്ചു എന്നേ ഉള്ളൂ. ഏതാ ഈ കരിഞ്ഞ പഴശ്ശിരാജ. എനിക്ക് കഴിഞ്ഞ ദിവസം കൂടെ ആരും എന്നെ അതിൽ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, ഈ തള്ളക്ക്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അതിനും മാസമായിട്ടുള്ളൊരു സാധനം നെൽസു എന്നോട് പറഞ്ഞു വച്ചു, നീ മേക്കപ്പ് അഴിക്ക്, അപ്പം അറിയാം ഞാനാണോ നീയാണോ കൂടുതൽ കരിഞ്ഞത്. അതില് ആരും നെൽസുവിനെ പറയില്ല. വന്നപ്പോ എനിക്ക് വന്നുള്ളൂ ഇത്. ഞാൻ പറഞ്ഞു ഇത് ആരും ഞാൻ ആക്ച്വലി ഒരു ചെറിയ തീപ്പെട്ടി അടിച്ച് അങ്ങോട്ട് പയ്ക്കോൽത്തൂറിലിട്ടു, അത് ആളി കത്തി എനിക്ക് തന്നെ തിരിച്ചു വന്ന് വീണു. അപ്പം ഇപ്പൊ റോഹൻ എന്നോട് ചോദിച്ചില്ലേ, ലൈക്ക് ഈ ഫോട്ടോസ് ചോദിക്കോ, ഇത് കണ്ടിട്ടാണോ, അങ്ങനെ ഇതില്ല കേട്ടോ. ടാലൻറ്റ് ഒരു വലിയ ഘടകമാണ്. ഇത് കാണാനൊക്കെ ഭയങ്കര ഗുഡ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ മോഡൽ ലൈക്ക് എന്നുണ്ട് മൈക്ക് എടുത്തിട്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊരു ലൈവ് കാര്യമല്ലേ. ഇപ്പോൾ റോഹന് ഞാനും കൂടെ ഇരിക്കുന്നു, റോഹൻ ഡസൻ ഹാവ് എ സ്ക്രിപ്റ്റ്. റോഹൻ ഇത് പറയാനുള്ള ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഇത്. സോ ദാറ്റ്സ് ഇറ്റ്. യെസ്. അപ്പോൾ എന്തായാലും 18 വർഷം മധുര 18 എന്ന് നമ്മൾ പറഞ്ഞു നിൽക്കുമ്പോൾ ഇത്ര വർഷത്തിനിടയ്ക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കാണാത്ത വേദികൾ ചെയ്യാത്ത പരിപാടികൾ അല്ലേ വിരളം, അങ്ങനെ ഇല്ലാന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം എല്ലാത്തരം മേഖല ഇപ്പോൾ അവതാരം എന്ന് പറയുമ്പോൾ ഒറ്റ പോയിന്റിലാണ് നിൽക്കുന്നുണ്ടാവുക. അതിൻ്റെ പലതരം ഗ്രൂപ്പുകളിലും വേദികളിലും ട്രാക്കിലൊക്കെ നമ്മൾ കാണാൻ പറ്റും. അതിൻ്റെ എല്ലാത്തരം വേദികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതിന് ലീഡ് ചെയ്തിട്ടുണ്ട്, ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം വിമർശനങ്ങളെ അതിൻ്റേതായിട്ടുള്ള ചെവിക്കെടുത്ത് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഏറ്റവും സൈലൻ്റായിട്ട് നമ്മൾ എന്തിനേയും അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പും അതിൻ്റെ മൂവ്മെൻറ്റ്
നമ്മൾ എന്ത് മൂവ് ചെയ്യുന്നു എന്നുള്ളത് സൈലൻ്റ് ആയിരിക്കണം, കുറച്ച് സീക്രട്ട് ആയിരിക്കണം, അച്ചീവ് ചെയ്യുമ്പോൾ മാത്രം അറിയുന്നില്ല. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരേ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഇപ്പുറത്തൊരു ആങ്കറായിട്ടുള്ള മീഡിയം വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ മധുര 18 എന്നുള്ളത് അല്ലേ, ഇനി എവിടുന്ന് അങ്ങോട്ട് ഈ എക്സ്പീരിയൻസിലെ ഷഷ്ടിപൂർത്തിയും അല്ലെ നവതിയും ഒക്കെ സംഭവിക്കട്ടെ ഇതുകൂടി പ്രാർത്ഥിക്കുന്നു. അപ്പോഴും ഇപ്പുറത്തെ പ്രായത്തിൻ്റെ കാര്യത്തിൽ മധുര 18 നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനിയൊരു ഞെട്ടൽ റിവീൽ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഞെട്ടിൽ റിവീൽ ചെയ്യാൻ ഉള്ള സമയമാണിത്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു റിവീൽ. എന്തിലാ പറയണേ? എന്ത് വേണമെങ്കിലും ആവാം. പേഴ്സണൽ ലൈഫായിരിക്കാം, പ്രൊഫഷണൽ ലൈഫായിരിക്കാം, ബിസിനസ് ലൈഫായിരിക്കാം, എന്ത് വേണമെങ്കിലായിരിക്കാം. സൈഡിലോട്ട് നോക്കിയിട്ട് ഗൈസ്, വിഷ്ണു ഞാനത് പറയാൻ ചോദിച്ചു. ഓക്കെ, അവിടുന്ന് മൗനസമ്മതം തന്നിട്ടുണ്ട്, പറഞ്ഞോളൂ. അല്ല, ഒരു ഞെട്ടലിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു റോഹൻ അത് പറയാൻ അഗെയിൻ സമയമായിട്ടില്ല. എങ്കിലും നമുക്ക് തുടങ്ങി. എന്തായാലും സംതിങ് റിലേറ്റഡ് വിത്ത് ബിസിനസ് തന്നെയാണ്. അതിൽ ഈ പറഞ്ഞ മാതിരി ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നമ്മളിനി അടുത്തത് ചെയ്യാനിരിക്കുന്നത്. അതിൻ്റെ ഒരു ഐഡിയ തരാനും കുറച്ചൊരു ഹാപ്പനിങ് ആയിട്ടുള്ള കുറച്ചൊരു വലിയ സ്കെയിലിലുള്ള ഒരു പ്രോജക്റ്റാണ്. അതെൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്കും വിഷ്ണുവിനും. അപ്പോൾ സ്റ്റിൽ ഞാൻ അഗെയിൻ പറയുന്നു, നമ്മുടെ പ്രണയമായിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ മൂവ് ആയിക്കോട്ടെ, അടുത്ത നീക്കമായിക്കോട്ടെ, നമ്മുടെ സാലറി ആയിക്കോട്ടെ, ഇതെല്ലാം ചെറിയ രീതിയിലൊന്ന് പാത്ത് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഒബ്വിയസ്ലി ഷെയർ ചെയ്യേണ്ട ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഷെയർ തന്നെ ചെയ്തിരിക്കും. സംതിങ് റിലേറ്റഡ് വിത്ത് ബിസിനസ് ആയിരിക്കും. ആണ് ശരിക്കും തലസ്ഥാനത്താണ് ജനനമെങ്കിലും വളർച്ചയെങ്കിലും ഞെട്ടിക്കാൻ പോകുന്നത് കൊച്ചിയിലാണ് പ്രോജക്റ്റ് വരിക. കൊച്ചിയിലാണ്. എൻ്റെ ബാക്കി എല്ലാം ലാൻഡ് അക്വയറിങ് എല്ലാം കഴിഞ്ഞു. അപ്പം അത് പ്രോജക്റ്റ് എന്താണെന്നുള്ളത് റിവീൽ ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സമയം തരണം. കാരണം അതിൻ്റെ പേപ്പർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം പ്രൊജക്റ്റിൻ്റെ പോസ്റ്റ് ഒട്ടിക്കാൻ 1000 രൂപ പുറത്ത് കൊടുക്കാതെ അവരവർ തന്നെ പോയി ഒട്ടിച്ചാൽ ഒറ്റ റിക്വസ്റ്റ്, അത്തരം പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് MC കൊടുക്കേണ്ട പേയ്മെന്റ് പുറമേക്ക് തന്നെ കൊടുക്കണം. സ്വന്തമായിട്ട് മൈക്ക് എടുത്ത് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, ഞാൻ ഇൻവൈറ്റ് ചെയ്തു, നിങ്ങൾ ഓരോരുത്തരെന്ന് പറഞ്ഞിട്ട് പോയിട്ട് റിബ് കട്ട് ചെയ്യരുത്. എന്നോട് എല്ലാവരും കളിയാക്കി. ഇത്രയും തള്ളി മറിക്കുന്ന ഒരു ബിൽഡിംഗ് മുതലാളി അവസാനം പറഞ്ഞു, ബിൽഡിംഗ് തള്ളി തള്ളി നീ കൊണ്ട് കൊച്ചിയിലൊന്നും വെക്കരുത്, ബിൽഡിംഗ് ഇരുന്നിടത്ത് ഇരുന്നോട്ടെ എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ അഗൈൻ പ്രേക്ഷകരാണ് നിങ്ങളെല്ലാവരും. ഇപ്പോഴും സമയം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ മരണം വരെ അതിന് ഗ്രേറ്റ്ഫുൾ ആണ് തീർച്ചയായിട്ടും. സോ റോഹൻ ഒരുപാട് ഗേൾസ് ഫോളോയിങ് ഉള്ള കാര്യമൊക്കെ അറിയാം. ഇരുന്നോട്ടെ, എന്തായാലും ഇത്രയൊക്കെ എന്നെ പറ്റി തള്ളിയതല്ലേ. നമ്മൾ തിരിച്ച് കോ ആങ്കറിംഗിലേക്ക് അങ്ങനെയൊക്കെ വരാം. അതെ. അപ്പം അഗൈൻ വെറൈറ്റി മീഡിയ ഇസ് ഡൂയിങ് അമേസിംഗ്ലി വെൽ. ഈ പറഞ്ഞ പോലെ പലപ്പോഴും നമുക്കറിയാം എന്തൊക്കെയാണ് ഇതിനെ റൂൾ ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ. വെറൈറ്റി മീഡിയ ഇസ് ഡൂയിങ് സോ ഗുഡ്. നല്ല നല്ല കോണ്ടന്റുകൾ കിട്ടട്ടെ, നല്ല ഗസ്റ്റുകൾ വരട്ടെ. റോഹൻ ഇതുപോലെ തന്നെ സുന്ദരനും ചുള്ളനും സുമുഖനും സൽസ്വഭാവിയുമായിട്ട് ഇതുപോലെ ഇരിക്കാൻ തള്ളിയിട്ടില്ല. തള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് എൻ്റെ അടുത്ത്. അപ്പം എന്തായാലും യാത്ര തുടരട്ടെ, വിജയം സുനിശ്ചിതം എന്ന് പറഞ്ഞ പോലെ. ഒരൊറ്റ റിക്വസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അങ്ങനെ അംബാനിയായിട്ടിരിക്കുമ്പോഴും ആങ്കറായിട്ട് വേദിയിൽ കാണാതിരിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.